ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്തുള്ള ചില കെട്ടുകളെ, ചില ബന്ധനങ്ങളെ സ്വർഗം ഇന്ന് പകരുക. അത് അടിക്കുന്നത് തന്നെ ചെയ്യും. സ്തുതിക്കുന്നത് നേരുള്ളവർ ഉചിതമെന്ന് കർത്താവിന്റെ തിരുവചനത്തെ വിളിച്ചു പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരുണ്ട് എന്ന് സ്മരിച്ചിട്ടുണ്ടെങ്കിൽ സ്തുതികളെ വസിക്കുന്ന എന്റെ ദാസനായ യേശു. ആമേൻ, ആമേൻ. പ്രിയ ദൈവ പൈതലെ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതം. നമ്മുടെ ജീവിതത്തിൽ നേരുണ്ടോ? ആമേൻ. അങ്ങനെ നേരുണ്ടെങ്കിൽ ഒന്ന് സ്തുതിച്ച് തുടങ്ങി 2026 ആരംഭം. ആമേൻ. സ്തുതിക്കുന്ന സ്തുതികളുടെ നടുവിൽ ഇറങ്ങി വരുന്ന എന്റെ യേശു. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെ സ്തുതി കർത്താവ് കാണുവാനായി ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ആ പ്രാണപ്രിയന്റെ സന്നിധിയിൽ നേരോടെ സ്തുതിച്ചു കഴിഞ്ഞാൽ നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. ഈ 2026 അവസാനം വരെ നിനക്കൊരു കുറവും വരുത്താതെ എന്റെ ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക് നയിക്കേണ്ടതിനാൽ അഭിഷക്ത ദൈവദാസന് സമയമായി ഈ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. ആമേൻ. അതിന് നീ വില കൊടുക്കണം. വില കൊടുത്താൽ വിലയുള്ളത് കിട്ടും. ഈ 2026 ആരംഭത്തിൽ വില കൊടുക്കുവാൻ ആർക്കെങ്കിലും തയ്യാറാകുന്നു? ആരെങ്കിലും തയ്യാറാകുന്നുവോ? വില കൊടുത്താൽ വിലയുള്ളത് ഇങ്ങോട്ട് കിട്ടും. ഒരു കടയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, പക്ഷേ നമുക്ക് ആ സാധനം വേണം. പക്ഷെ വില കൊടുക്കാതെ കിട്ടുമോ? നല്ല വില കൊടുത്താൽ നല്ല സാധനം കിട്ടും. അതുപോലെ നമ്മൾ ഇന്ന് പകൽക്കാലം വില കൊടുക്കുക. കർത്താവിങ്കിൽ നിന്ന് ചിലത് വാങ്ങുക, കർത്താവിങ്കിൽ നിന്ന് ചിലത് പ്രാപിക്കുക. ഇന്ന് പകൽക്കാലം യാക്കോബ് ദൂതനുമായി മൽപ്പിടുത്തം നടത്തിയതുപോലെ എന്നെ ഇന്ന് അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാനങ്ങ് വിടില്ല എന്നൊരു മൽപ്പിടുത്തം നടത്തിയാട്ടോ യാക്കോബിന്റെ കടവിനപ്പുറത്ത് ചിലത് വലിച്ചെറി. ദൈവപ്രവൃത്തിയുടെ സമയം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചിലതിനെ യാക്കോബിന്റെ കടവിനപ്പുറം കടത്തി മനസാക്ഷി, കുറ്റമറ്റ മനസാക്ഷിയെ ദൈവം കാണുകയാണ്. ആരോടെങ്കിലും കൈപ്പായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആ കൈപ്പ് ചീരെ വലിച്ചെറി. 2026 ഇത് 2025 പോലെ ആയിരിക്കത്തില്ല. 2026 ജീവിതം. ആമേൻ. എന്ന് വെച്ചാൽ ലോകത്തിലെ സംഭവ കഥകള് അപ്രകാരം നീങ്ങുവാൻ പോകെ ആയതുകൊണ്ട് ഈ 2026 കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഇരുന്നത് പോലെ ഇരിക്കരുത്. കയ്പിന്റെ അനുഭവം മാറ്റിക്കണം. കയ്പിന്റെ അനുഭവം മാറ്റിയിട്ട് ഈ പ്രാർത്ഥനകളിൽ നീ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനകളിൽ നിന്ന് പൂർണ്ണമായി യാഗമായി ആ ക്രൂശിൽ യാഗമായ എന്റെ പ്രാണപ്രിയനോടൊപ്പം നിന്നെ ഒന്ന് യാഗമായി സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ ആമേൻ. കയ്പിന്റെ ചീര കളഞ്ഞാൽ, ആ കയ്പിന്റെ വേര് പറിച്ചു കളഞ്ഞാൽ നീ കയ്പ് ചീര അനുഭവിക്കേണ്ടി വരത്തില്ല. ആമേൻ.
ജീവിതം അതായിരുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം. കഴിഞ്ഞ ചില നാളുകൾക്ക് മുന്നേ എന്റെ കരങ്ങളിൽ യേശു കർത്താവ് തന്നപ്പോൾ ഞാൻ അവിടെ സന്തോഷത്തോടെ എന്റെ കർത്താവിനെ നിർത്തി. അതിൽ ഉണ്ടായിരുന്നതാ നെൽസൺ പാസ്റ്റർ, മുസ്തഫ പാസ്റ്റർ. അവർക്കറിയാം എന്റെ ജീവിതം. ആ നെൽസൺ പാസ്റ്ററിലൂടെയാണ് ഞാനൊരു മീറ്റിങ്ങിന് കടന്നു വന്നത്. ദൈവദാസിയോട് നിന്ന് ചോദിക്കാനിടയായി. എത്ര മാസമായിരുന്നു അന്ന് എനിക്കൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നെൽസൺ പാസ്റ്റർ പറഞ്ഞു, നിങ്ങൾ ഈ മീറ്റിങ്ങിന് വരണം, നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ദൈവം ചില മാറ്റങ്ങൾ വരുത്തുന്നത്. പക്ഷേ നെൽസൺ പാസ്റ്റർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ അവിടെ വെച്ച് അഭിഷക്ത ദൈവദാസനെയും പരിചയപ്പെടുവാനിടയായത്. അനേകരെ പരിചയപ്പെട്ടു. പക്ഷേ അതിലൂടെ ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ഇനി ചെന്നിട്ട് വേണം നെൽസൺ പാസ്റ്ററെ ക്രിസ്റ്റഫർ പാസ്റ്ററിനോട് വിളിച്ച് പറയുവാൻ. കഴിഞ്ഞ ദിവസം പാസ്റ്റർ വിളിച്ചിരുന്നു. ഞാൻ ഈ വിഷയം പറഞ്ഞില്ലായിരുന്നു. പ്രിയ ദൈവ പൈതല്, ഞാൻ ആ സാക്ഷ്യങ്ങളിലേക്ക് പിന്നെ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്റെ നസ്രത്തുകാരനായ യേശു ഒരാലയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, എന്റെ നസ്രത്തുകാരനായ യേശു ഒരാലയത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ, എന്റെ നസ്രത്തുകാരനായ യേശു വന്നിട്ട് വെറുതെ മടങ്ങി പോകത്തില്ല. ഒരാലയത്തിൽ എന്റെ നസ്രത്തുകാരനായ യേശു കടന്നു വന്നിട്ട് ദൈവത്തിന്റെ വചനം ഉപദേശിച്ചു ആയിരിക്കാം. പക്ഷേ ഇതുവരെ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എങ്കിലോ ഇത് 18 വർഷം കൂടിയായിരുന്ന ഒരു സ്ത്രീയെ യേശു കർത്താവ് കണ്ടു. യേശു ഒരു ആലയത്തിൽ വന്നിട്ടുണ്ട് എങ്കിലോ നിന്റെ യേശു കാണുകയാണ്. നിന്റെ അടുത്തിരിക്കുന്നവർക്ക് നിന്നെ കാണുവാൻ കഴിയില്ലെങ്കിലോ നിന്റെ ഹൃദയത്തിലെ വേദന, നിന്റെ ഹൃദയത്തിലെ നമ്പലോ, നീ അനുഭവിക്കുന്ന യാതന നിന്റെ അടുത്തിരിക്കുന്നവർ കാണുന്നില്ലെങ്കിലോ നിന്നെ കാണുന്ന അഗ്നിച്ചോലക്കട്ടുള്ള കണ്ണുള്ള കർത്താവ് നിന്റെ അവസ്ഥ കാണുകയോ, നിന്റെ സങ്കടം കാണുകയോ. ഇന്ന് പകലിൽ യേശു ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. യേശു നിന്നെ കണ്ടിട്ട് അല്പം കൂടെ മുൻപിലേക്ക് വിളിക്കുകയാണ്. സത്യവചനത്തിന്റെ മുൻപിലേക്ക്, സത്യവചനത്തിന്റെ അരികിലേക്ക് നിന്നെ വിളിക്കുകയാ സമയം. വിളിക്കുമ്പോൾ നീ വീണ്ടും ചില പിടിവാശിയോടെ നീ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ വചനത്തിന് യേശു വിളിക്കുന്നേ. വചനത്തിലൊന്ന് നിന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ. വചനത്തിന്റെ ശക്തി നിന്റെ മൺകൂടാരത്തിനകത്തത് വെളിപ്പെടുവാൻ പോവുകയാണ്. നിന്റെ കുടുംബം നന്നാവില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെ തലമുറ നന്നാവില്ലെന്ന് ആരാ പറഞ്ഞത്? നിന്റെ കുടുംബനാഥൻ രക്ഷപ്പെടില്ലെന്ന് ആരാ പറഞ്ഞത്? 18 വർഷം അവൻ താണ്ഡവമാടിയത് മതിയെന്ന് ഇന്ന് പകലിൽ യേശുവിന്റെ വചനത്തിലേക്ക് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ നീ പൂർണ്ണ സമർപ്പണത്തോടെ വരണം. എന്റെ ദൈവത്തെ ആരാധിക്കുന്നവർ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ എന്റെ ദൈവത്തെ ആരാധിക്കണം. എന്റെ ദൈവത്തെ ആരാധിക്കേണ്ട എന്റെ ദൈവമുണ്ടല്ലോ. ഞാൻ ഇതൊന്നും പറയുവാനല്ല വന്നത്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. ഞാൻ ഇതൊന്നും ആദ്യമേ പറയത്തില്ല. പക്ഷേ
പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ ഹൃദയം യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. ആമേൻ. മനുഷ്യൻ പുറമേയുള്ളത് കാണുന്നു. നമ്മുടെ ദൈവമോ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ ശോധന ചെയ്ത് നടത്താം. നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളെ ശോധന ചെയ്ത് അറിയുന്ന എന്റെ നാസറേത്തുകാരനായ യേശു ഇന്ന് പകൽക്കാലം ഹൃദയം ഒരിക്കൽ കൂടെ സമർപ്പിക്കാൻ കഴിയുമെങ്കിൽ എന്റെ യേശുവിന്റെ കൈപ്പണിയാ ഞാൻ എന്ത് ചെയ്യും? എന്റെ യേശുവിന്റെ കൈപ്പണിയാ. യേശുവിൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതാ. നമ്മുടെ ഹൃദയം യേശുവിന്റെ ദേവാലയമാണ്. ആ ദേവാലയത്തിനകത്ത് യേശു ഇരിക്കേണ്ട സ്ഥലത്ത് നീ ആരെയാ പിടിച്ചിരുത്തിയിരിക്കുന്നത്? കള്ളനെ കവർച്ചക്കാരനെയാണോ പിടിച്ചിരുത്തിയിരിക്കുന്നത്? യേശുവിന്റെ കൽപ്പനയാവുന്ന ഈ ശരീരത്തെ നിയമമായി വിട്ടുകൊടുക്കുക. ആ ഹൃദയത്തില് കർത്താവായ യേശുവിന് ഇരിക്കേണ്ട സ്ഥാനം കൊടുക്കുക. യേശുവിനെ കാനാവിലെ കല്യാണ വീട്ടില് യേശുവിനെ വിളിച്ചു വരുത്തിയിട്ട് യേശുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാതെ യേശുവിനെ പുറത്ത് നിർത്തിയിരുന്നത് പോലെ ചില കുടുംബങ്ങൾ അപ്രകാരം എന്റെ യേശു പാപ്പയെ പുറത്ത് നിർത്തിയിരിക്കുക. ആ കുടുംബങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവാൻ ദൈവം മധ്യസ്ഥനായി നിൽക്കുകയാണ്. ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഫലം കാച്ചില്ലെങ്കിലോ വെട്ടിക്കളയാമെന്നുള്ള ആ വചനവുമായി ചില കുടുംബങ്ങളിലകത്ത് മധ്യസ്ഥൻ നിൽക്കുകയാണ്. നീ നടന്നു പോകുമ്പോൾ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ വേണം. നിന്നെ കാക്കേണ്ടതിനായി ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലെ, പരിശുദ്ധാത്മാവിനെ ഉണർത്തിച്ചത് ഞാൻ കൈമാറിയിരിക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കുക, വേണ്ടെങ്കിൽ തള്ളിക്കളാം. ഇന്ന് പകൽക്കാലം ഇവിടെ വരാത്തതായ ചില വ്യക്തികൾക്കും കൂടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതനയക്കുവാൻ പോകുന്നു. ആമേൻ. അവരെ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുവാൻ, വിട്ട് കളയുവാൻ എന്റെ ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവം കരുണയുള്ള കർത്താവ്. കർത്താവ് കരുണ കാണിക്കുക. തന്നെയുമല്ല, ലംഘനം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല. ലംഘനം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്നു. ഇന്ന് പകൽക്കാലം കരുണ ലഭിക്കുന്നത് ആർക്കാ? ലംഘനം ഉപേക്ഷിക്കുക, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. നമ്മൾ മനുഷ്യരാണ്, മാലാഖമാരല്ല. യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പിടിഞ്ഞു നോക്കുമ്പോൾ അവൻ നീതിമാന്മാരായിട്ട് ആരെയും തന്നെ കണ്ടില്ല. അവൻ എല്ലാവരും കുറ്റക്കാർ മാത്രമാണ്. എങ്കിലുമോ ഓരോ ദിനങ്ങളിലും ഓരോ വചനം അഭിഷേകത്തിലൂടെ അവൻ ഇവിടെ കേൾക്കുമ്പോൾ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. അവൻ നമ്മുടെ കുറവുകൾ ഏറ്റു പറയണം. കുറവുകൾ ഏറ്റു പറഞ്ഞാൽ യേശു കർത്താവ് അത്ഭുത വീരനായി, വിടിവിക്കുന്ന ദൈവമായി, സഹായിക്കുന്ന കർത്താവായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. എന്ന് പകൽക്കാലം ആമേൻ. തിരുവചനത്തിൽ നിന്ന് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് മുമ്പായി ആമേൻ ഞാൻ വചനം ഒന്ന് പറഞ്ഞോട്ടെ. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. അതിന് മുൻപായി എന്നെ ഇവിടെ ക്ഷണിച്ചതായ പ്രിയ കർത്താവിന്റെ അഭിഷക്ത ദൈവദാസനും ദൈവദാസിക്കും, പ്രിയ അഭിഷക്ത ദൈവദാസനും, ഇവിടെ ആയിരിക്കുന്ന സഭയിലെ ദൈവദാസന്മാർക്ക്, ദൈവദാസിമാർക്ക് ഞാൻ വീണ്ടും വരുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ആമേൻ.
കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകത്തെയും പരിചയപ്പെടുവാനിടയായി. പക്ഷേ അന്ന് എന്നോട് നമ്പർ വാങ്ങിയതാ. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞു പോയി. ദൈവത്തിന്റെ ഹിതം ഇന്നായിരുന്നു. എല്ലാം ദൈവഹിതം, എല്ലാം ദൈവ ഇഷ്ടം. അഭിഷേകത്തിനെ പിന്നെയും ഒരിക്കൽ കൂടെ കാണുവാൻ, അഭിഷേകത്തെ പിന്നെയും ഒരിക്കൽ കൂടെ കാണുവാൻ ഇന്ന് പകൽക്കാലം ഈ ആലയത്തിൽ, ഈ അഭിഷേക ആലയത്തിൽ അല്പസമയം അഭിഷേകത്തിന്റെ സഭയുടെ മുൻപിൽ നിൽക്കുവാൻ ഞാൻ ഒരിക്കൽ പോലും ഇവിടെ നിൽക്കുവാൻ ഒരു യോഗ്യതയും ഉള്ളവരല്ല. അതാ അഭിഷേക ദൈവദാസൻ പാടിയത്. ആമേൻ. അതെന്റെ അനുഭവമാണ്. ആമേൻ. എന്നാൽ എന്നെ യേശു അല്പസമയത്തേക്ക് എന്നെ നിർത്തിയത് കൊണ്ട് മാത്രം ഞാൻ നിൽക്കുകയാണ്. ആമേൻ. അങ്ങനെയാണ് എങ്കിൽ പ്രിയ അഭിഷേകത്തിനും കുടുംബത്തിനും ഇവിടെ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നത്. പ്രത്യേകിച്ച് എന്നെ ഇവിടെ നിർത്തിയ ആ വലിയവനായ ദൈവത്തിന് ഞാൻ മുഴുവൻ മഹത്വവും മാനവും അർപ്പിച്ചുകൊണ്ട് അപ്പന്റെ സന്നിധിയിൽ അല്പസമയമായിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ആമേൻ. ഒരിക്കൽ കൂടെ ആ വചനം ഒന്ന് വായിച്ചിട്ട് അവരുണ്ടായിരുന്ന പ്രമുഖന്മാരാണെന്നാൽ സാധുവിന്റെ മകൻ എസര്യാവ് പുരോഹിതൻ. ബാക്കി ഒന്നുകൂടെ പറയച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാം വാക്യം. എലീശാ അവരോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എലീശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക. പ്രിയ ദൈവസഭയെ, ഇന്ന് പകൽക്കാലം ഒരു എലീശ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആത്മാവ്, ദൈവവചനം ഈ ആലയത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എലീശ ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പറക. പ്രിയ ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം വ്യക്തിപരമായ യേശു കർത്താവ് നിന്നോടും എന്നോടും ചോദിക്കുന്നത്, നിനക്ക് നിന്റെ വീട്ടിൽ എന്തുണ്ട്? പറക. നിന്റെ ജീവിതത്തിൽ എന്തുണ്ട്? അത് പറക. ആമേൻ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തന്നെ? ആമേൻ. പ്രിയ ദൈവ പൈതലെ, ഈ 2026 ജനുവരി മാസത്തിൽ വ്യക്തിപരമായി എന്റെ നസ്രത്തുകാരനായ യേശു നിന്നോട് ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരണം? ഒരു കൊച്ചു കുഞ്ഞ് ഒരു സ്വന്തം മാതാവിനോട്, ആമേൻ, ഒരു സ്വന്തം മാതാവ് ഒരു കൊച്ചു കുഞ്ഞിനോട് വ്യക്തിപരമായി വന്ന് അവരുടെ ആവശ്യം ചോദിച്ചു മനസ്സിലാക്കുന്നത് പോലെ എന്റെ നസ്രത്തുകാരനായ യേശു നിന്നോട് അരികിൽ വന്നുകൊണ്ട് യേശു ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരാം? ആമേൻ. ലോകത്തിലെ ഒരു മനുഷ്യൻ നിന്റെ അരികിൽ കടന്നു വന്നില്ലെങ്കിലും നീ ഭാരപ്പെടരുത്. നിന്നെ എന്നെ നിർമ്മിച്ച എന്റെ രക്ഷകൻ നിന്റെ അരികിൽ ഉണ്ട്. ഇന്ന് പകൽക്കാലം ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ യേശു രക്ഷിക്കുന്നു. എന്റെ യേശു രക്ഷിക്കുന്ന വീരനായി അവൻ ഇന്ന് പകൽക്കാലം നിന്റെ സമീപസ്ഥനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ യേശു പപ്പയെ നീ ഹൃദയത്തിനകത്തുനിന്ന് വെൽക്കം ചെയ്താട്ടെ. യേശു മണവാളനെ നിന്റെ ഹൃദയത്തിനകത്തുനിന്ന് സ്വീകരിച്ചാട്ടെ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരാം? ആമേൻ. നിന്റെ മക്കൾ എന്തുണ്ട്?
ആമേൻ. നിന്റെ ആവശ്യം അങ്ങോട്ട് പറയുമ്പോൾ കർത്താവ് ചോദിക്കുകയാ, നിന്റെ പക്കൽ എന്തുണ്ട്? ഉല്ലാസത്തോടെ പറയുന്നു, ഒന്നും മറച്ചു വയ്ക്കരുത്. പഴയ പാരമ്പര്യം നിന്റെ ജീവിതത്തിലുണ്ടോ? അത് വിട്ടയച്ച് നീ തുറന്നു പറയുന്നു, കർത്താവേ, എന്റെ ജീവിതത്തിലോ ഇന്ന അനുഭവങ്ങളുണ്ട്, എനിക്കത് വിട്ട് വരണമെന്നുണ്ട്. പക്ഷേ എനിക്ക് അത് ഒട്ടുമേ വിട്ടു വരുവാൻ കഴിയാത്തവണ്ണോ എന്നെ പിന്നിലേക്ക് വലിക്കുന്ന പാരമ്പര്യ ശക്തി ഇന്ന് പകലിൽ എന്റെ കുടുംബത്തിൽ നിന്ന് അത് അഴിയേണ്ടതിനായി, എന്റെ തലമുറകളിൽ നിന്ന് അത് അഴിയേണ്ടതിനായി, എന്റെ നന്മകളിൽ നിന്ന് അത് അഴിയേണ്ടതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ മകനായ ഞാൻ പൂർണ്ണമായി നിന്റെ കരത്തിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, എല്ലാം അങ്ങയുടെ ഇഷ്ടം. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട, എല്ലാം അങ്ങയുടെ ഇഷ്ടം. അപ്പന്റെ ഇഷ്ടം എന്നിൽ നിവൃത്തിയാകണമേ. എന്നെ ഒന്ന് സമർപ്പിക്കാമോ ദൈവ പൈതലേ? സമർപ്പിക്കുന്നവന് വേണ്ടി ഇന്ന് പകൽക്കാലം കർത്താവ് കരുണ കാണിക്കുവാൻ പോകുകയാണ്. സമർത്ഥന്മാരെ ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ, ജീസസ്. നമ്മൾ ലോകത്തിൽ ഓർക്കാമെങ്കിൽ അനേക സമർത്ഥന്മാർ, അനേക സമ്പന്നന്മാർ, അവരെ ഒന്ന് തേടിയല്ലെന്ന് എന്റെ പ്രാണപ്രിയൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. സമർപ്പിക്കുന്നവരുടെ നടുവിൽ യഹോവ സമീപസ്ഥനായി, മനസ്സ് തകർന്നവരെ രക്ഷിക്കേണ്ടതിനായി എന്റെ യേശുവിന്റെ എന്റെ സമീപസ്ഥനായി ഇതാ നമ്മുടെ നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. നമ്മുടെ നടുവിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്ന ദൈവ പൈതലേ, നീ വന്നതുപോലെ പോകത്തില്ല കേട്ടോ. നീ വന്നതുപോലെ പോകത്തില്ല. എന്റെ യേശുവിന്റെ സന്നിധിയിൽ, യേശുവിന്റെ അടുക്കല് 3 നാളായി യേശുവിന്റെ അടുക്കല് ദൈവവചനം കേൾക്കേണ്ടതിനായി, ദൈവത്തിന്റെ ഉപദേശം കേൾക്കേണ്ടതിനായി പുരുഷാരം തടിച്ചു കൂടി. പക്ഷേ 3 നാള് കഴിഞ്ഞപ്പോൾ, 3 നാളായപ്പോൾ, ആമേൻ, ആ മീറ്റിംഗ് കഴിയുമ്പോൾ ആ ജനം കടന്നു പോകുമ്പോൾ യേശുവിന് അവരോട് മനസ്സലിവ് തോന്നി. ആയതുപോലെ ഈ പ്രാർത്ഥന 7 ദിവസമല്ലേ ദേവദാസനെ? ഈ പ്രാർത്ഥന 7 ദിവസം കഴിഞ്ഞു. നീ ഈ ആലയത്തിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിന്നോട് യേശുവിന് മനസ്സലിവ് തോന്നുകയോ? ഈ ജനത്തെ പട്ടിണിയായി വിട്ടയപ്പോൾ എന്റെ യേശുവിന് ഇഷ്ടമില്ല. നീ വന്ന വിഷയങ്ങളോടെ നിന്നെ തിരിച്ചു വിട്ടയപ്പോൾ എന്റെ യേശുവിന് ഇഷ്ടമില്ല. അവർ വഴിയിൽ കുഴഞ്ഞ് വീണ് പോകും. ആമേൻ. അവർ വഴിയിൽ കുഴഞ്ഞ് വീണ് പോകും. ആറിനാടിനപ്പുറം ചേരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അന്ന് ദൈവത്തോട് ചോദിച്ചു, ഏത് വചനമാണ് അവിടെ പറയേണ്ടത്? പക്ഷേ ഈ വചനം കർത്താവ് തന്നു. ആമേൻ. ആ വചനം അവിടെ വിളിച്ചു പറഞ്ഞത് കൊണ്ട് നിൽക്കുമ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുവാനായി ഇരുന്നപ്പോൾ തൊട്ടടുത്ത് ഈ മീറ്റിംഗിനുണ്ടായിരുന്ന സഹോദരി ചെന്ന് കയറി വീട്ടിൽ. പക്ഷെ അവിടെ ഒരു നിലവിളി കേട്ടു. എന്താ കേട്ടത്? അവളിലുള്ള പൈശാചിക മണ്ഡലം അവളിൽ ഇറങ്ങിയിട്ട് ആമേൻ, അവളവിടെ കുഴഞ്ഞു വീണു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു. ദേവദാസന്മാർ ഓടിപ്പോയി പ്രാർത്ഥിച്ചു. വർഷങ്ങൾ കൊണ്ട് മുടിയിരുന്ന വൈശാഖ്യ മണ്ഡലമായിരുന്നു. പ്രിയ ദൈവ പൈതലേ, നീ 2026 ഈ 7 ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ നീ കുഴഞ്ഞു വീഴുവാൻ എന്റെ കർത്താവ് അനുവദിക്കത്തില്ല. ഈ 2026 നിന്റെ കരത്തിന് പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ്, നിന്റെ സമൃദ്ധിയോടെ പറഞ്ഞിരിക്കുന്ന കർത്താവ്, നിന്നെ പട്ടിണിയായി വിട്ടയക്കാത്ത കർത്താവ്, നിനക്ക് ശത്രു
പ്രാർത്ഥനയുടെ നടുവില് ആമേൻ ഉള്ള അവസ്ഥ തുറന്ന് പറ. ആമേൻ, എന്റെ വിഷയം ഇന്നതാണ്. ആമേൻ, എന്റെ ആഗ്രഹം ഇന്നതാണ്. കർത്താവിന്റെ തിരുവെഴുത്ത് പറയുന്നു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ച് തരാമെന്ന്. ദൈവവചനത്തിനകത്ത് അടിയുറച്ച് വിശ്വസിച്ചോ, ദൈവവചനത്തിനകത്ത് പണിയപ്പെടുന്ന ഒരു വ്യക്തി ജീവിതത്തിലോ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ച് തരാമെന്ന്. ദൈവവചനത്തിനകത്ത് നിൽക്കാതെ നീ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ആർക്ക് വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ച് തരാമെന്ന്. വചനം അനുസരിക്കുന്ന, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന, ദൈവത്തിന്റെ ഉപദേശം അനുസരിക്കുന്ന, ദൈവത്തിന്റെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ഞാൻ സാധിപ്പിച്ച് തരാമെന്ന്. നിന്റെ ഹൃദയത്തിലെ താല്പര്യമൊക്കെയും ഞാൻ നിവർത്തിച്ച് തരാമെന്ന്. അല്ലാത്തവർക്ക് വേണ്ടി അല്ലെന്നേ, വഴിപാക്കിന് വേണ്ടി അല്ലെന്നേ, വഴിപാക്കിന് വേണ്ടിയല്ല ഈ വചനം. എന്റെ യേശുവിന്റെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ സ്വന്തം മക്കളാണോ എങ്കിൽ ഈ വചനം പിടിച്ചു വെച്ച് പ്രാർത്ഥന. 2026 മാസം കഴിയുന്നതിന് മുൻപ് നിന്റെ ഹൃദയത്തിലെ താല്പര്യം കർത്താവ് ചിലർക്ക് വേണ്ടി നിവർത്തിപ്പാൻ പോവുകയോ, നിന്റെ നിന്നയുടെ കല്ലോ സ്വർഗ്ഗം ഉരുട്ടി മാറ്റുവാൻ പോവുകയോ, നിന്റെ പരാജയത്തിന്റെ ലിസ്റ്റ് എന്റെ കർത്താവ് തിരുത്തി എഴുതുവാൻ പോവുകയോ. ദാനിയേലേ, നിനക്ക് വേണ്ടി ആരാ എഴുതിയത്? നിന്റെ കുടുംബം തകരണമെന്ന്, നിന്റെ നന്മ ഇല്ലാതെയായി പോകണമെന്ന് ദാനിയേലേ, പ്രാർത്ഥിക്കുന്ന ദാനിയേലേ, നിനക്ക് വേണ്ടി ആരാ എഴുതിയത്? ആരെയെ തിരുത്തിയത്? ആരെയെ തിരുത്തി എഴുതുവാൻ പോവുകയോ? പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന കർത്താവ് നിന്നെ എത്ര വലിയ പ്രശ്നത്തിലും, എത്ര വലിയ നിന്ദയിലും, എത്ര വലിയ തകർച്ചയിലും, എത്ര വലിയ ഒറ്റപ്പെടലിലും നിന്നെ സിംഹത്തിന്റെ ഗുഹയില് വലിച്ചെറിഞ്ഞാലും, നിന്റെ കൂട്ടുകാരെല്ലാവരും തന്നെ വലിച്ചെറിഞ്ഞാലും നീ അസ്തമിച്ചു പോകരുത്. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല. ആമേൻ. ആ സിംഹത്തിന്റെ ഗുഹയിലോ നീ വീഴുന്നതിന് മുൻപ് എന്റെ യേശുക്കർത്താവ് സിംഹങ്ങളുടെ വായ അടച്ചു കളയും. എന്ന് വെച്ചാൽ ചിലത് വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ വീഴുവാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ആ പ്രശ്നങ്ങളുടെ നടുവിൽ നീ വീഴുമ്പോൾ നീ അവിടെ വെച്ച് മുടിഞ്ഞു പോകത്തില്ല, നീ അവിടെ വെച്ച് നശിച്ചു പോകത്തില്ല, നീ അവിടെ വെച്ച് ഉടഞ്ഞു പോകത്തില്ല, നീ അവിടെ വെച്ച് മരണപ്പെട്ടു പോകത്തില്ല. നീ പുതിയതൊന്നായി പുറത്തു വരൂ, പുതിയൊരു സാക്ഷിയായി നീ പുറത്തു വരൂ, പുതിയൊരു സൃഷ്ടിയായി നീ പുറത്തു വരൂ. പക്ഷേ ഞാൻ ഇത്രയും സമയം പറഞ്ഞ വചനത്തിൽ അടിയുറക്കണം. അതിൽ പണിയപ്പെടണം. അതിൽ പണിയുന്നവർക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയെ പറയുന്നത്. അതിൽ പണിയാത്തവരുടെ പ്രവൃത്തി അല്ലതേ പറയുന്നത്. ഞാൻ ഇന്ന് വരെ കാലം വിശ്വസിക്കുന്നു,
യേശു കർത്താവ് ഒരാലയത്തില് ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഒരു വ്യക്തി പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ ഇന്ന് ഈ ആലയത്തിൽ ഒരു വ്യക്തിയെങ്കിലും കർത്താവ് വിട്ടിരിക്കും. എല്ലാവരും വിടിവിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യക്കാരൻ വിടിവിക്കപ്പെടും. ആവശ്യക്കാരന് വേണ്ടി കർത്താവ് ഇറങ്ങി വരും. യേശുവിനേക്കാളും വലിയ നല്ലത് നമ്മളൊന്നും. യേശുവിന് ആ കൂലിയായ സ്ത്രീയെ മാത്രം വിളിച്ചപ്പോൾ കൂട്ടത്തോടെ എല്ലാവരെയും വിളിക്കാമായിരുന്നു. ആയതുപോലെ ഇന്ന് ഒരു വ്യക്തിയെങ്കിലും ആവശ്യക്കാരൻ ഏറ്റെടുത്തോ വിടുതലാ. ദാനിയേലേ, പ്രാർത്ഥിക്കുന്ന ദൈവം പൈതലേ, നിന്റെ പ്രാർത്ഥന ആരാ മുടക്കം ചെയ്യുവാൻ നിൽക്കുന്നത്? നിന്റെ ശബ്ദം പുറത്തു വരണമെന്ന് ആരാ പറഞ്ഞത്? നിന്റെ ശബ്ദത്തിനെതിരായി ആരാ വെല്ലുവിളിക്കുന്നത്? നിന്റെ ശബ്ദം ഇനി പുറത്തു വരരുതെന്ന് ആരാ വാദിക്കുന്നത്? അവനോട് പറ, അന്ധകാര ശക്തിയോട് പറ, അന്ധകാര ശക്തിയെ, അവൻ നിന്റെ പ്ലാൻ ഒന്നും നടക്കത്തില്ലെന്ന്. നിന്റെ പ്ലാൻ നോ, നോ, അന്ധകാര ശക്തിയെ, നിന്റെ പ്ലാൻ നോ, നോ, നിന്റെ പദ്ധതി നോ. എന്റെ പേരിലോ ചിലരുടെ ദൈവത്തിന്റെ ആത്മാവ് ഒരു സ്റ്റോപ്പിടുവാൻ മായ, ചില വെല്ലുവിളികളെ, ചില പൈശാചിക ശക്തികളെ, ചില പൈശാചിക തന്ത്രങ്ങളെ, ചില മാനുഷിക വെല്ലുവിളികളെ എന്റെ പേരിലോ, എന്റെ പേരിലോ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാലും നോ പറയുവാൻ പോകുന്നു. ഓ രാമനാ സേനലേ വിമന വൈശ്യാല വിക്രമ. പ്രിയ പൈതലേ, പ്രിയ ദൈവ പൈതലേ, ചിലത് സിംഹത്തിന്റെ മുഖയിൽ വീട് വന്നു. അവിടെ വെച്ച് നീ മരണപ്പെട്ടു പോകില്ല കേട്ടോ. വചനത്തിനകത്താണോ നീ നിൽക്കുന്നത്? ലോകത്തിലുള്ളവനേക്കാൾ വലിയ ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത യേശുവിന്റെ കൂടെയാണോ നീ സഞ്ചരിക്കുന്നത്? നീ യാത്ര ചെയ്യുന്നത്? അങ്ങനെയാണ് ഞങ്ങൾ നിന്റെ പരാജയത്തിന്റെ ലിസ്റ്റിന് ദാനിയേലിന് എതിരായി എഴുതിയ രേഖയെ, പ്രാർത്ഥിക്കുന്ന ദൈവം പൈതലിന് എതിരായി എഴുതിയ രേഖയെ എന്റെ ദൈവത്തിന്റെ ആത്മാവ് കീറിക്കളയും. ഈ 7 ദിവസത്തെ പ്രാർത്ഥനയുടെ നടുവിൽ എന്റെ ദൈവത്തിന്റെ ആത്മാവ് കീറിക്കളയും. പ്രിയ ദൈവ പൈതലേ, നീ പ്രശ്നത്തിന്റെ നടുവിൽ ആകുന്നതിന് മുമ്പ്, നീ സിംഹത്തിന്റെ മുകളിൽ വീഴുന്നതിന് മുമ്പ് കർത്താവ് ദൂതന്റെ വായ അടയ്ക്കും. ദൂതന്റെ വായ അടച്ചിട്ട് സിംഹങ്ങള് ഈ വീഴുന്ന ദാനിയേൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഒരു കോട്ടയായിരിക്കും, ഒരു കാവലായിരിക്കും. ഈ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന് ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിയുന്നത് പോലെ കർത്താവിന്റെ സംരക്ഷണ വലയത്തിനായിരിക്കും. അവന് ചുറ്റും ഒരു തീമതിലായിരിക്കും. കർത്താവിന് തീമതില് ഇന്ന് ഏതോ കുടുംബത്തിന് വേണ്ടി, ഏതോ വ്യക്തികൾക്ക് വേണ്ടി കർത്താവിന് ഒരു തീമതിൽ ഇടുവാൻ പോലെയോ, ഒരു തീമതിലിനകത്ത് നിന്റെ കുടുംബത്തെ സംരക്ഷണ ചെയ്യേണ്ടതിനോ ഒരു തീമതില്, ഒരു തീമതില് സിംഹത്തിന്മേലോ അണലിന്മേലോ, സിംഹത്തിന്മേലോ അണലിന്മേലോ നീ ചവിട്ടാം. Jesus. ദൈവ പൈതലേ, എനിക്ക് ശബ്ദത്തിന് ഇത്തിരി പ്രശ്നമുണ്ട്. 3 ആഴ്ചയായി പനി വന്നിട്ട്, പക്ഷെ ചുമ ഒരിക്കലും മാറാതെ നിന്നു. ദൈവദാസി എനിക്ക് മരുന്നൊക്കെ കൊണ്ട് തന്നു, പക്ഷെ ഒന്നിനും ചുമ മാറിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൺവെൻഷനൊക്കെ ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഓരോ മീറ്റിങ്ങുകളിൽ
പക്ഷെ ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ മാത്രം ചുമ മാറി. പക്ഷേ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കൺവെൻഷൻ ആയിരുന്നു. ഇന്നലെ നമ്മൾ ദേവദാസിയുടെ വീട്ടിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നത് കൊണ്ട് ഈ ചുമ കാരണം ശബ്ദം തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ടായിരിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യനിലൂടെയല്ല, ദൈവത്തിന്റെ വചനത്തിലൂടെ വചനം നിങ്ങളെ തൊടുവാനിടയാകും. വചനമാ പ്രവർത്തിക്കുന്നത്, വചനമാ നിങ്ങളെ തൊടുന്നത്, വചനമാ നിങ്ങളുടെ പ്രശ്നത്തെ വഴിമാറ്റുന്നത്. അവൻ ഇന്ന് മഴക്കാലം വേനൽ നിന്ന് എന്റെ ദൈവം ഒരു വചനം ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് എങ്കിൽ ആ വചനത്തിന്റെ പ്രവൃത്തി ചെയ്യാതെ ആ വചനം മടങ്ങി പോകത്തില്ല. ഇന്ന് പകൽക്കാലം സിംഹത്തിന്മേലും അണലിന്മേലും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നേച്ചു പോയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ബാലസിംഹങ്ങളെ കീറിക്കളാം, ബാലസിംഹങ്ങളെ കീറിക്കളാം, പെരുമ്പാമ്പുകളെ ചവിട്ടിക്കളാം. അവന്റെ ശക്തിയോട് പോരാടി ജയമെടുത്തോ. ഇന്ന് പകലിന് ചില പോരാട്ടങ്ങൾ അടിയോ, ചില പോർവിളികൾ അടിയോ, ചില ദുരാത്മ മണ്ഡലങ്ങൾ അടിയോ, ചില കുടുംബങ്ങളെ അപകരിക്കുന്ന അന്ധകാര പൈശാചിക മണ്ഡലങ്ങൾ അത് അടിയാണ്. വചനം ചെന്ന് പ്രവർത്തിക്കാം. വചനം അയച്ച് പ്രവർത്തിക്കുന്ന ദൈവം വചനത്തിന്റെ ക്രിയകൾ ചെയ്താനിടയാകും. വചനത്തിന്റെ പ്രവൃത്തി ചെയ്തിട്ട് ആ വചനം മടങ്ങി പോകത്തുള്ളൂ. വചനത്താലുള്ള വിടുതൽ. പലരും എന്നെ വിളിച്ചിട്ട് പലപ്പോഴും ചോദിക്കും, ഇന്ന പ്രശ്നം ഇന്ന വിഷയം പ്രാർത്ഥിച്ചിട്ടൊന്ന് ദൂത് പറയാം. ഞാൻ ഈ ദൂതിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. ആമേൻ. പക്ഷേ എനിക്ക് എന്റെ നസ്രത്തുകാരനായ യേശു, ആമേൻ, അവരോടൊക്കെ ഞാൻ പറയും, ഇതാണ് ദൂത്, ഇതാണ് ദൂത്, ഇതിനപ്പുറത്ത് വേറൊരു ദൂതില്ല. ചില പ്രവാചകന്മാരെ നോക്കിയിരിക്കും, ചില പ്രവാചകന്മാരുടെ അടുക്കൽ പണം വാരി ഇറക്കി പോകും. അതെല്ലാം വൃഥാവായി പോകുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനുവദിച്ചത് ഇതിനകത്തുണ്ട്. ഇതിനകത്തില്ലാത്ത ഒരു പ്രവചനവുമില്ല. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ആ പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ അവൻ ഞാനെന്ന് പറഞ്ഞോട്ടെ, അവൻ എന്റെ ജീവിതം എന്ന് പറയുമ്പോഴേ അവൻ ഒരല്പ സാക്ഷി ഞാൻ പറഞ്ഞോട്ടെ. എന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് കർത്താവിനോട് അല്പം കൂടെ അടുക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആമേൻ. എന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എന്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. ഇതൊരൊറ്റ സാക്ഷ്യമേ ഉള്ളൂ. അഭിഷക്ത മോൻ ഇവിടെ പാടിയത് എന്റെ അനുഭവമാണ്. ആമേൻ. എന്നെ തിരഞ്ഞെടുപ്പാൻ ഞാൻ പലപ്പോഴും യേശു പപ്പയോട് ചോദിക്കുന്നത്, എന്നെ തിരഞ്ഞെടുപ്പാൻ ഞാൻ എന്തുള്ളൂ? എനിക്ക് ഒരു യോഗ്യതയുമില്ല. പക്ഷേ എന്റെ കുടുംബത്തിൽ, എന്റെ അച്ഛന്റെ കുടുംബത്തില് ഉന്നത വിദ്യാഭ്യാസമുള്ളവരുള്ളപ്പോൾ, എന്റെ അമ്മയുടെ കുടുംബത്തിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുള്ളപ്പോൾ അവൻ ഒരക്ഷരം അറിഞ്ഞുകൂടാത്ത എന്റെ ജീവിതത്തെ എന്റെ പ്രാണപ്രിയ തിരഞ്ഞെടുപ്പാൻ ഞാൻ എന്തുള്ളൂ, ഞാൻ എന്തുള്ളൂ? അവരെ ഒന്ന് തിരഞ്ഞെടുക്കാതെ ഏറ്റവും ഹീനമായതിനെ, ഏറ്റവും ബലഹീനമായതിനെ എന്നെ തിരഞ്ഞെടുത്ത കർത്താവ് എത്ര നല്ലവൻ, എത്ര നല്ലവൻ, എത്ര നല്ലവൻ. പ്രിയ ദൈവ പൈതലേ, നിന്നെ എന്ന് പകൽക്കാലം തിരഞ്ഞെടുപ്പാൻ കർത്താവിന് പദ്ധതിയുണ്ട്. ഈ മനസ്സത്തില് എന്റെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ആമേൻ, ഞാൻ അല്പം പറയും എവിടെ പോയാലും. എന്ന് വെച്ചാൽ എന്റെ കർത്താവ് എന്നെ കൊണ്ടുവന്ന അവസ്ഥ. ആമേൻ. എന്റെ സാക്ഷ്യം ഈ ആണ്ട് മുഴുവൻ പറഞ്ഞാൽ തീരെയില്ല, അതിലൊന്നും ഞാൻ പോകില്ല. പക്ഷേ എന്റെ അമ്മ ആരെയെന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞു. എന്റെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു
പക്ഷേ എന്റെ അച്ഛൻ മുഴുവൻ മദ്യപാനിയായിരുന്നത്. പക്ഷെ മുഴുവൻ മദ്യപാനിയായിരുന്നു. ഇഷ്ടംപോലെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു. എല്ലാം വിറ്റ് നശിപ്പിച്ച് മദ്യപിച്ച് വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് അതുവരെ എവിടെയെങ്കിലും ഒക്കെ ഓടകളിൽ കിടക്കുന്ന വ്യക്തിയായിരുന്നത്. വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വന്നിട്ട് എന്റെ അമ്മയുടെ മുൻപിൽ കിടക്കുന്ന ഈ 6 എണ്ണത്തിന് ആഹാരത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ എന്റെ അമ്മയെ ഉപദ്രവം സഹിക്കറിയാതെ എന്റെ അമ്മ 6 എണ്ണത്തെ മാറി കിണറ്റിൽ കൊണ്ടിട്ടിട്ട് എന്റെ അമ്മയെ ചാടി മരിക്കുവാൻ വേണ്ടി പലവട്ടം കിണറ്റിൽ വരെ ഞങ്ങളെ പറക്കിക്കൊണ്ട് പോയിട്ട് തിരിച്ചമ്മ വീട്ടിൽ കൊണ്ടിടുമെന്ന് ഈ 6 എണ്ണത്തെ കൊന്നു കളയുവാൻ എന്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. എന്റെ അമ്മയ്ക്ക് മാത്രമല്ല, എന്റെ യേശു പപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. നമ്മെ നിർമ്മിച്ച എന്റെ യേശു പപ്പയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു ഞങ്ങളെ കിണറ്റിലിട്ട് കൊന്നു കളയും. ആമേനായതുകൊണ്ട് പിന്നെ എന്റെ അമ്മയെ ഉപദ്രവിച്ച് എന്റെ അമ്മ ഞങ്ങൾ ഓർമ്മ വയ്ക്കുന്നതിന് മുൻപായി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയി. പക്ഷേ എന്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജാതകം 6 എണ്ണത്തിന് പനയോല ഇലക്കില് ജാതകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ശേഷിപ്പുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ റബ്ബറിന്റെ ഇടയില് ഈ ഓല കുത്തി മറച്ച് റബ്ബറിന്റെ കല്ല് വിളക്ക് കൂർത്ത കല്ലിനിടയില് അതിന്റെ പുറത്ത് ഓല കീറ് വിരിച്ചാൽ ഞങ്ങളെ കിടത്തിയിരുന്നു. ആമേൻ. ഇഷ്ടംപോലെ സ്വത്തുള്ള എന്റെ അച്ഛൻ. ആമേൻ. പക്ഷേ ഞങ്ങൾ ഓർമ്മ വെച്ചപ്പോൾ ഞങ്ങൾക്ക് വസ്ത്രം തരുവാൻ ആരുമില്ല, ആഹാരം തരുവാൻ ആരുമില്ല. ഞങ്ങൾ കരയുമ്പോൾ നീ എന്തിനെ കരയുന്നു എന്ന് ചോദിപ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല. പക്ഷേ പ്രിയ ദൈവ പൈതലേ, ഞങ്ങൾ 6 എണ്ണം രാവിലെ ആകുമ്പോൾ ആരെങ്കിലും നിറഞ്ഞ കീറി തുന്നിയ വസ്ത്രവുമായി ഞങ്ങൾ ഇറങ്ങി ഓരോ വീടുകളിൽ ചെന്ന് മുട്ടി വിളിക്കും. അല്പം ആഹാരത്തിന് വേണ്ടി, അല്പം ജലം കുടിക്കുവാൻ വെള്ളത്തിന് വേണ്ടി പലരും ഞങ്ങളെ 6 എണ്ണത്തിൽ തെരുവ് നായ്ക്കളെ പോലെ കല്ലെടുത്തിറങ്ങിയവരുണ്ട്. പട്ടിക്കെന്ന് പറഞ്ഞ് വേസ്റ്റ് വാങ്ങിച്ച് ഞങ്ങൾ 6 എണ്ണം കൊണ്ടുവച്ച് കഴിച്ചിട്ടുണ്ട്. പട്ടിക്കുള്ള വേസ്റ്റ് ചോദിച്ചു വാങ്ങിക്കും, ഞങ്ങൾ കൊണ്ടുവച്ച് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ നാട്ടുകാർ ഗവൺമെന്റിൽ പോയി പറഞ്ഞത്, കട്ടക്കോട് ഗവൺമെന്റിൽ പോയി പറഞ്ഞത്, 6 പട്ടിക്കുട്ടികളും ഇവിടെ കിടന്ന് ചത്ത് നാറും. അതിന് മുൻപേ നിങ്ങൾ ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണം, അല്ല എങ്കിൽ ഇവിടെ ചത്ത് നാറുമെന്ന്. പക്ഷേ ഗവൺമെന്റിലെ ആൾക്കാർ വന്നു, സിസ്റ്റർമാർ വന്നു. അവർ ഷെട്ടിങ്ങനെ നോക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ പ്ലാൻ എടുക്കുമ്പോൾ യേശു പാപ്പ ഞങ്ങളെ വിട്ടില്ല. ഫറവോന്റെ അടിമത്തത്തിൽ പോയി ഊഴിയവേല ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ കണ്ടിരുന്നില്ല. ആമേൻ. തന്നെയുമല്ല, ചില വർഷങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സഭയ്ക്കകത്ത് എന്നെ ആരാണ് കൊണ്ടെത്തിച്ചതെന്ന് അറിയത്തില്ല. അവിടെ ഭിക്ഷയെടുത്ത് നടക്കുമ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുവാൻ ആരുമില്ല, ഭക്ഷണം തരുവാൻ ആരുമില്ല, വസ്ത്രം തരുവാൻ ആരുമില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്ത എന്റെ ജീവിതം ഞാൻ നേരെ വാതിൽ കൂടെ കയറാതെ സൈഡ് വാതിൽ കൂടെ കയറി ആ വാതിൽക്കലിരുന്ന് വർഷങ്ങൾ അവിടെ ഇരുന്ന് കരഞ്ഞു. ആമേൻ. കരയുമ്പോൾ ആരും എന്തിനെന്ന് ചോദിക്കത്തില്ല. എനിക്ക് ആരോട് സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷെ ആരെങ്കിലും നേരെ കീറിയ തുണി പൊതിഞ്ഞ് വെച്ചായിരിക്കുന്നത്. പക്ഷേ കരഞ്ഞിട്ടെണീറ്റ് പോകും. ഒരു വെള്ളിയാഴ്ച കാലം പ്രിയ ദൈവ പൈതലേ, കണ്ണുനീർ തൂകുമ്പോൾ
യേശുപ്പ നേരിട്ട് അഭിഷേകം ചെയ്തു. ആമേൻ. അഭിഷേകം ചെയ്തപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനം. ഞാൻ അറിയാതെ എന്റെ കൈകാലുകൾ ചലിക്കുവാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം നൽകി. ആമേൻ. അന്ന് പകർത്താൻ യേശു കർത്താവ് എന്നെ നേരിട്ട് അഭിഷേകം ചെയ്ത ആ അഭിഷേകമാണ് ഞാൻ ഇന്നും ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ആയിരിക്കുന്നത്. ആമേൻ. ആ നേരിട്ടുള്ള അഭിഷേകം ചെയ്യാതിരുന്നെങ്കിൽ എത്രയോ പ്രാവശ്യം അതിനുശേഷം ആത്മഹത്യക്ക് വേണ്ടി ഓടി നടന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം കർത്താവ് എന്നെ നിർത്തിയത് പിന്നെന്നാ ഈ ഒരു അഭിഷേകമായി. പ്രിയ ദൈവ പൈതലേ, ഒരു അഭിഷേകത്തിന് വേണ്ടി നീ കര. ഒരു അഭിഷേകം നിന്റെ മേൽ കടന്നു വന്നാൽ നിന്റെ ജീവിതം മാറും, നിന്റെ ജീവിത ശൈലി മാറും, നിന്റെ ചരിത്രം മാറും, നിന്റെ സ്വഭാവം മാറും. ആമേൻ. അന്ന് പകൽക്കാലം പുൽപ്പെട്ടിലിരുന്ന അഭിഷേകൻ എഴുന്നേറ്റ് നിന്നിട്ട് ആദ്യം എനിക്ക് വേണ്ടി സാക്ഷ്യം പറയുക. ആ അഭിഷേകൻ പറയുന്നു, ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ആ ചർച്ചില് ഒരു വ്യക്തിയെ കൂടെ യേശു കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ആമേൻ. ആ സാക്ഷ്യമാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. ആമേൻ. അത് കഴിഞ്ഞിട്ട് അനേക അഭിഷേകന്മാർ പറയുന്നു, നിന്നെ തുറന്ന ഒരു പുസ്തകം പോലെ അനേകം ക്രിസ്തുവിനെ വായിക്കുന്ന ഒരു പുസ്തകമായി മാറുമെന്ന്. ഞാൻ കേൾക്കും, ഇവരെന്താ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് എന്താ പറയുന്നത്? എനിക്കൊരു സാധനം അറിയത്തില്ല. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കത്തില്ല, ഒരു മനുഷ്യനോട് സംസാരിക്കത്തില്ല. ഈ തലയൊക്കെ പുണ്ണ് പിടിച്ച് നാറ്റം പിടിച്ച് ഒരു മനുഷ്യൻ എന്റെ മുഖം അടുക്കൽ വരാതെ എന്നെ കാണുന്നവർ കാറി തുപ്പിയിട്ട് കടന്നു പോകുമ്പോൾ, സ്മെല്ല് കൊണ്ട് അടുക്കാതിരിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, ഇവർ പറയുന്നത് എന്താ? പക്ഷേ ഈ അഭിഷേകം കിട്ടിയതിനു ശേഷം ഞാൻ ആരൊക്കെ വാങ്ങി തന്നതായി പൊട്ട്, 2 കയ്യിലെ കൂട്ടേഴ്സ്, 2 കാലിലെ കൂട്ടേഴ്സ്, പൂവൊക്കെ ഇതേപോലെ ഇട്ടിരിക്കും. അങ്ങനെ എന്ന് വെച്ചാൽ പിച്ച് പൂ വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് ഓറഞ്ച് കടം വരെ പൂ ഇങ്ങനെ ഇട്ടിരിക്കും. സൈഡ് വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് പിന്നെ ഇവിടെ വെച്ചിട്ടാണ് നീട്ടിയിടുന്നത്. പക്ഷെ 2 പ്രാവശ്യം തന്നെയുമല്ല, 2 പ്രാവശ്യം മുടിയെല്ലാം മൊട്ടയടിച്ച് അത് വിറ്റ ചെറു കുഞ്ഞു വസ്ത്രങ്ങൾ വാങ്ങിയിട്ട് വെളിയിലിറങ്ങിയത്. തന്നെയുമല്ല, ഈ വെണ്ടൂത്രി കമ്മൽ ഇങ്ങനെ കിടന്ന് പറക്കും, അതെല്ലാം ഡൂപ്പായിരുന്നു. പക്ഷേ ശരത്പൊളി മാല എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഡൂപ്പായിരുന്നു. എല്ലാം മായയായിരുന്നു. മായമില്ലാത്തത് ഒന്ന് എന്റെ മേൽ വന്നപ്പോ ഈ മായാസുഖങ്ങളെ വെടിഞ്ഞ ആരും പറഞ്ഞില്ല. ഇതെല്ലാം ഞാൻ ഒരു മീറ്റിംഗിന്റെ നടുവിലാണ് ഇതെല്ലാം ഊരി വെച്ചിട്ട് ഞാൻ പാസ്റ്ററെടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. പാസ്റ്റർ എന്നോട് പറഞ്ഞു, സുഭാഷിണി ഇപ്പോൾ സ്നാനപ്പെട്ടാൽ എങ്ങനെയുള്ള ഭാവി ജീവിതമാണ് വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് സുഭാഷിണി ഇപ്പോൾ സ്നാനപ്പെടണ്ട എന്ന്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ധനവാനെ പോലെ വിവാഹം കഴിഞ്ഞ് ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിച്ച് നിത്യ നരകത്തിൽ പോകാനല്ല പാസ്റ്റർ എനിക്ക് സ്നാനം. മധ്യാകാശത്തിങ്കൾ മണിപ്പന്തലിൽ തന്റെ മണവാട്ടി സഭയെ ചേർപ്പാൻ യേശു വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ പ്രാണപ്രിയൻ ഒരുക്കുന്ന വീട്ടിൽ പോകാനോ എനിക്ക് സ്നാനം എന്ന് പറയുവാനിടയായി. പ്രിയ ദൈവ പൈതലേ, നിർബന്ധം പറഞ്ഞതുപോലെ സ്നാനം തന്നു. എന്റെ അമ്മയുടെ അമ്മ എന്റെ കൂടെ ഞാൻ സ്നാനപ്പെടുന്നു എങ്കിൽ അവരെ സ്നാനപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്റെ അമ്മച്ചി ഞാൻ സ്നാനപ്പെട്ട് കയറിയപ്പോൾ അമ്മച്ചിയും കൂടെ സ്നാനപ്പെട്ടു. ഞങ്ങൾ ഒരുമിച്ച് സ്നാനപ്പെട്ടു. എനിക്ക് വളരെ ആഗ്രഹം ഒരു വെള്ള വസ്ത്രം കൊടുക്കണമെന്ന്. ആമേൻ. എനിക്ക് അച്ഛനില്ലല്ലോ, അമ്മയില്ലല്ലോ, ആരുമില്ലല്ലോ. ഞാൻ ആരോട് പറയുവാൻ? എല്ലാവരും പുതിയ വസ്ത്രം കൊടുക്കുമ്പോൾ
അല്പസമയത്തേക്ക് ഒരു വെള്ള വസ്ത്രം തരാമോ? അവർ തന്നു, ഉടുത്തിട്ട് കൊണ്ടുകൊടുത്തു. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഞാൻ എടുക്കുന്ന വിദേശ വസ്ത്രങ്ങളാണ്. ആ കർത്താവിന്റെ ദാസി എന്റെ കൂടെ കർത്താവിന്റെ വേല അവരാ എന്നെ കൊണ്ട് നടക്കുന്നത്. ആമേൻ. ഇന്ന് വിദേശ വസ്ത്രങ്ങൾ ഓരോ കൺവെൻഷൻ വേദിയിൽ നിൽക്കുമ്പോൾ, ഓരോ ചർച്ചിലെ വേദിയിൽ നിൽക്കുമ്പോൾ, ആവശ്യക്കാർക്ക് വേണ്ടി കർത്താവ് ഇറങ്ങി വരുമ്പോൾ ചിലരെ ഫ്രണ്ടിൽ വിളിക്കുമ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ അരുളപ്പാട് കൈമാറുമ്പോൾ, ശുശ്രൂഷയുടെ കൈമാറുമ്പോൾ അവർ ആത്മാവിന്റെ പവറിൽ അങ്ങ് നിറങ്ങാനിടയാണ്. അവിടെ അതാത് ചർച്ചിലുള്ള ദൈവദാസന്മാരെ വിട്ട് ശിരസിൽ കൈവയ്പ്പിക്കും. അവർ ചിലർ ജോലിയുള്ളവർ ഉപേക്ഷിച്ച് വിവിധ രാജ്യങ്ങളിൽ പോയി കർത്താവിന്റെ വേലയ്ക്ക് അറിയപ്പെടുന്ന അഭിഷക്തന്മാരായി മാറി. അവർ വരുമ്പോൾ എനിക്ക് അവിടുത്തെ വസ്ത്രങ്ങൾ, വെള്ള വസ്ത്രങ്ങൾ. പ്രിയ ദൈവ പൈതലേ, നിന്നെ എന്നും എല്ലാ നാളും കട്ടളയിലൂടെ നടത്തുന്ന കർത്താവല്ല ഞാൻ നിന്നെ സേവിക്കുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെയാണ്. അവൻ പണിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. എന്റെ ദൈവത്തിന് വേണ്ടി നീ ഒരു പടി കാൽ മുൻപിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിലോ എന്റെ യേശുപ്പ നിനക്ക് വേണ്ടി 10 പടി കാൽ വച്ചു. എന്റെ ദൈവം ആരുടെ കടക്കാരനല്ല. എന്റെ ദൈവം ആരുടെ ആർക്ക് കടം വെച്ചിട്ട് പോകുന്ന ദൈവമല്ല. എന്റെ ദൈവം ആരുടെ മുഖസ്ഥിതി നോക്കി പ്രവർത്തിക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം മുഖപക്ഷം നോക്കുന്ന ദൈവമല്ല. എന്റെ ദൈവം ആരുടെയും കൈക്കൂലി വാങ്ങുന്ന ദൈവമല്ല. മനം തകർന്നവരെ രക്ഷിക്കുന്ന കർത്താവ്. ആമേൻ ജീസസ്. ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഒരു 7 മടങ്ങ് തീച്ചുളഞ്ഞ 3 ബാലന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ ഞാനിത് സമർപ്പിക്കാത്തത് കൊണ്ട്, ഈ ആലോചനകളൊന്നും ഏറ്റെടുക്കാത്തത് കൊണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് ഞാൻ പഴയ വ്യക്തികളിലായിരിക്കുമ്പോൾ 3 ബാലന്മാരെ വലിച്ചെറിഞ്ഞതുപോലെ ഒരു 7 മടങ്ങ് തീച്ചുളയിലേക്ക് ഒരു കാലഘട്ടമായപ്പോൾ എന്നെ വലിച്ചെറിഞ്ഞു. ഞാൻ മരണത്തിന് വേണ്ടി ഓടി നടക്കുകയാണ്. തിരക്കോട് പോകുമ്പോൾ അതിനിടയിൽ ചാടി മരിക്കാൻ വേണ്ടി ഓടി നടക്കുക. അനേക അഭിഷക്തന്മാർ ദൈവത്തിന്റെ അരുളപ്പാടുമായി ഓടി വരും. നിങ്ങൾ മരിക്കേണ്ട വ്യക്തിയല്ല. നിങ്ങൾ മരണത്തിലേക്ക് പോകുന്ന വ്യക്തി ജീവിതങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കേണ്ട വ്യക്തിയാണെന്ന്. പ്രിയ ദൈവ പൈതലേ, എന്റെ യേശു കർത്താവ് പറഞ്ഞ വാഗ്ദത്തം നിവൃത്തിയായി. 7 മടങ്ങ് തീച്ചുളയ്ക്കകത്ത് കിടന്ന് 3 ബാലന്മാർ വീണപ്പോൾ അവൻ യേശു കർത്താവ് തീച്ചുളയ്ക്കകത്ത് ഇറങ്ങി വന്നതുപോലെ എനിക്ക് വേണ്ടി ദൂത് പറഞ്ഞവർ ആരെങ്കിലും എന്നെ സഹായിക്കാനായി ഇറങ്ങി വരുന്നോ എന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും ഞാൻ കാണുന്നില്ല. പക്ഷേ കട്ടകളിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ നസ്രത്തുകാരനായ യേശു ആ തീച്ചുളയുടെ നടുവിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിൽ 1 മടങ്ങ് തീച്ചുള പറയണമെങ്കിൽ 1 മാസം വേണം. 7 മടങ്ങ് തീച്ചുള. കട്ടകളിൽ ഏറ്റവും അടുത്ത തുണയായ എന്റെ യേശു എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ യേശു ചില വർഷങ്ങൾ തീച്ചുളയ്ക്കകത്ത് കിടന്നു. യേശു ഞാനുമായി കയറി വരുമ്പോൾ ഒരു വചന വെളിപ്പാടോട് കൂടെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചു. ആമേൻ. കട്ടള വരുമ്പോൾ നീ പറയരുത് കട്ടള വേണ്ട എന്ന്. കട്ടളയുടെ നടുവിലാണ് യേശു കൂടെയുള്ളത്. നിനക്ക് സമൃദ്ധിയുള്ളപ്പോഴല്ല യേശു കൂടെയുള്ളത്. രോഗിക്ക് വൈദ്യരെ കണ്ട ആവശ്യം. അങ്ങനെയാണ് എങ്കിൽ രോഗമില്ലാത്ത നിനക്ക് എന്താ മെഡിസിൻ വേണ്ടത്? വൈദ്യൻ വേണ്ടല്ലോ. അതിനൊക്കെ കട്ടളയുണ്ടോ? നിന്റെ കൂടെ യേശു. ആമേൻ. ഈ യേശു ഞാനുമായി തീച്ചുളയിൽ നിന്ന് കടന്നു വരുമ്പോൾ ഒരു വചന വെളിപ്പാട്. എന്റെ വീട്ടിലൊരു പ്രാർത്ഥന തുടങ്ങി. 1 വർഷമായപ്പോൾ 11 പേർ സ്നാനപ്പെട്ടു.
കട്ടതയിൽ നിന്ന് വലിച്ചു കൊണ്ടുവന്ന കർത്താവിന്റെ പ്രവർത്തനം. ഇന്ന് എവിടെയൊക്കെ സഭയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുന്ന 4 സഭ പണിയുന്നത് വരെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി. ഞാൻ കർത്താവ് വിളിക്കുന്നിടത്ത് പോകും, കർത്താവിന്റെ വേല ചെയ്യും, ഓടി വീട്ടിൽ പോകും. ആമേൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്നെ വിളിച്ചിരിക്കുകയാണ്. വരുന്ന 26-ാം തീയതി എന്റെ വീട്ടിൽ വെച്ച് വലിയ ഹൈന്ദവരുടെ ഇടയില ഒരു മീറ്റിംഗ് തുടങ്ങി 11 പേർ സ്നാനപ്പെട്ട് 1 വർഷമായപ്പോൾ മറ്റ് സഭകൾ ഇഷ്ടംപോലെ സഭകളായപ്പോൾ, പക്ഷേ 25 വർഷം എന്റെ ജൂബിലി ആഘോഷത്തിന് വേണ്ടി 26-ാം തീയതി എന്നെ വിളിച്ചിരിക്കുക. നിന്റെ വിദ്യാഭ്യാസം ചോദിക്കുന്നില്ല, നിന്റെ സ്ഥാനമാനം ചോദിക്കുന്നില്ല, നിനക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് ചോദിക്കുന്നില്ല, നിന്റെ പ്രവൃത്തി ചോദിക്കുന്നില്ല, നിനക്ക് കട്ടതയുണ്ടോ, നീ ചേർത്തോടെ പുറത്തു വരും. എന്റെ പൊന്നെ തമ്പുരാൻ എന്നെ ഇരുത്തുന്നുണ്ട്, എന്നെ നിർത്തുന്നുണ്ട്, എന്നെ നടത്തുന്നുണ്ട്. എനിക്ക് ഈ ഭൂമിയിൽ ഒന്നും ഇല്ല. എനിക്ക് എന്റെ പ്രാണപ്രിയനോട് കൂടെ യാത്ര ചെയ്യുന്നത് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യം. തന്നെയുമല്ല, ഇതെല്ലാം ഊരിക്കളഞ്ഞിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ കളിയാക്കിയ ബാക്കി 5 സഹോദരങ്ങളെയും എന്റെ യേശുപ്പ ഒന്നാ മർമ്മം നോക്കി തൊട്ടു. എന്റെ യേശുപ്പ മർമാണിയാണ്. മര്യാദയ്ക്ക് വിളിച്ചാൽ മര്യാദയ്ക്ക് വരണം, മര്യാദയ്ക്ക് വിളിക്കുമ്പോൾ വന്നില്ലേ മർമാണിയാണ്. തൊടേണ്ട ഭാവ എവിടെയെന്ന് കർത്താവിനറിയാം. ആരുടെയെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥന വിടരുത്. കർത്താവ് എല്ലാത്തെയും അടിച്ചൊതുക്കി ഇതിനകത്തെത്തി. പക്ഷെ ഒന്നിനെ ഈ മേഖലയിൽ കർത്താവ് എടുത്തിട്ടില്ല. ചർച്ചിൽ കർത്താവിന് വേണ്ടി പ്രാർത്ഥനയിലും ആരാധനയിലും ഉണ്ടാവും. ഈ വിശ്വാസത്തിൽ ഈ ആത്മീയ സ്നാനമൊക്കെ അവർ പ്രാപിച്ചു. ഇതെല്ലാം അവരെല്ലാം ഊരി കളഞ്ഞു. അവൻ യേശു തൊട്ടപ്പോൾ എല്ലാം മാറി കളഞ്ഞു. പക്ഷേ എന്റെ അച്ഛൻ ഞങ്ങൾ 6 എണ്ണത്തിന്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ 6 എണ്ണത്തിന് മക്കളൊക്കെ ആയി വന്നപ്പോൾ എന്റെ അച്ഛൻ അവസാന അമ്പലത്തിൽ വന്നിട്ട് എന്റെ അച്ഛന് ആസ്പരോധ കണ്ണൊക്കെ ഇങ്ങനെ തള്ളി ജനന്റെ ക്ലാസ്സിൽ തൂങ്ങിക്കിടക്കം വെളുക്കുന്നത് വരെ ബ്ലഡ് ക്യാൻസർ നടന്നു പോകുന്നിടത്തൊക്കെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കും. പക്ഷെ അച്ഛനെ തൊട്ട് യേശു എന്നോട് പറഞ്ഞു, മക്കളെ ഞാൻ എന്റെ ജീവനം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ, ആത്മഹത്യ അല്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഏക ഉത്തരം ക്രിസ്തു. നിങ്ങൾ ചെയ്തു കൂട്ടിയ സകല കൊടിമകൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച ഞാൻ സേവിക്കുന്ന സത്യദൈവത്തെ നിങ്ങൾ സേവിച്ചാൽ യേശു നിങ്ങളെ വിടിവിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോകുന്ന പള്ളിമുക്കി AG സഭയിൽ എന്റെ അച്ഛനെ പാസ്റ്റർ കയ്യിൽ കൊണ്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഈ അച്ഛനെ കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുത്തൊന്ന് ക്ലീൻ ചെയ്യണം. കടലിൽ കിടക്കുന്ന ഒരു മീനെ പിടിച്ചോണ്ട് വന്നിട്ട് അതിനെ ക്ലീൻ ചെയ്താൽ മാത്രമേ അത് കഴിക്കാൻ പറ്റുള്ളൂ. കറി വെച്ചാൽ ക്ലീൻ ചെയ്യാതെ കറി വെച്ചാൽ അത് പിന്നെ കോളറ പിടിക്കും. ചീസ് അതുപോലെ ഇതിനകത്ത് ചിലത് ക്ലീൻ ചെയ്യാറുണ്ട്. ഈ ആലയത്തിനകത്ത് ചിലതിനെ ക്ലീൻ ചെയ്യാറുണ്ട്. കർത്താവിന്റെ ദാസന് കടൽ വെള്ളത്താ മീൻ കിടക്കുന്നത് അതിനകത്ത് ഉപ്പുണ്ടെന്ന് പറഞ്ഞ് കറി വെക്കാനല്ലേ, അതിനെ കൊണ്ടിട്ട് ക്ലീൻ ചെയ്യണം. ആലയത്തിനകത്ത് ചിലതിനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോൾ വേദനിക്കും. ചിലപ്പോൾ കളയുമ്പോൾ കത്തി കൊണ്ട് വലിക്കുമ്പോൾ വേദനിക്കും. അപ്പോൾ പിന്നാലെ
പക്ഷെ ഉപ്പിടാതെ കറി വെക്കാന്ന് ടേസ്റ്റ് കാണത്തില്ല, മറ്റുള്ളവർക്ക് പുറത്ത് കൊടുക്കാൻ കഴിയത്തില്ല. ആമേൻ. അതുപോലെ ചിലതിനെ ഉപ്പ് പുരട്ടാനുണ്ട് കേട്ടോ, മുളക് പുരട്ടാനുണ്ട്, ഉപ്പ് പുരട്ടാനുണ്ട്. അപ്പൊ ഒത്തിരി നീറ്റലൊക്കെ വരും. നീറ്റൽ വന്ന വ്യക്തിയല്ല, ഒരു പൂജാരിയുടെ മകളാണ്. പൂജയും കർമ്മം ചെയ്തേ. എന്റെ അച്ഛന്റെ ചരിത്രം പറഞ്ഞാൽ ഈ ആണ്ടൊന്നും തീരൂല. ഞാൻ അതുകൊണ്ട് പ്രധാനമായ ചില വാക്കുകൾ മാത്രമാണ് പറയുന്നത്. പക്ഷെ അവസാനം ഉണ്ടല്ലോ, എന്റെ അച്ഛൻ ആ ദൈവദാസനിലൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പോസ്തലരുടെ ബൈക്കിന്റെ പിന്നാലെ വാഹനങ്ങളിൽ കൂടെ പോയി കർത്താവിന്റെ വേല ചെയ്തു. അവസാന പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു. എന്റെ അച്ഛൻ കർത്താവ് അനേക അഭിഷേകങ്ങൾ യാത്ര അയച്ചു. ആരുടെയെങ്കിലും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിട്ടുകളയല്ലേ. ചിലതിനെ ദൈവം നന്നാക്കും, ചിലതിനെ ദൈവം രക്ഷിക്കും, ചിലതിനെ ദൈവം രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്റും. പ്രിയ ദൈവ പൈതലേ, അടുത്ത സമയത്ത് ഒരു പ്രതിസന്ധി വന്നപ്പോഴുണ്ടല്ലോ, ക്രിസ്റ്റഫർ പാസ്റ്റർ, നെൽസൺ പാസ്റ്റർ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പോലും അറിയാതെയാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിയുന്നു ആ ദൈവദാസന്മാർ അവിടെ ഉണ്ടായിരുന്നത്. ഈ പ്രിയ കർത്താവിന്റെ ദാസി വന്നു മടിയിൽ കൂടെ പിടിച്ചു കിടത്തിയിട്ട് അവരുടെ കണ്ണുനീർ മൊത്തം എന്റെ ശരീരം മൊത്തം നനഞ്ഞു. പക്ഷേ എനിക്ക് 2 ആൺമക്കളാ. പക്ഷേ എന്റെ പൊന്നുമക്കള് ഞാൻ പറഞ്ഞതുപോലെ എന്റെ ഇളയ മകൻ അങ്ങോട്ട് പോയി പാസ്റ്റർ എടുത്ത് നിർബന്ധമായി പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനം വേണം. നിർബന്ധം പറഞ്ഞതുകൊണ്ട് സ്നാനം കൊടുത്തു. പക്ഷേ ഒരു ദിവസമായപ്പോ എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യുവാനുണ്ടോ എല്ലാം എന്റെ പൊന്നുമോൻ ചെയ്തു. എല്ലാം ചെയ്തു, അതൊന്നും ഞാൻ വർണ്ണിക്കുന്നില്ല. പക്ഷേ ഒരു ചർച്ചില് 2 മണിക്കൂർ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ അവിടെയുള്ള ദൈവദാസന്മാർ എല്ലാവരും നിലവിളിക്കുവാനിടയായി. അന്ന് രോഗികൾ സൗഖ്യമായെന്ന് പറയുവാനിടയായി. പക്ഷേ അതൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ എന്റെ പൊന്നുമോൻ എല്ലാം ചെയ്തു. എന്നോട് ഒരു ദിവസം പറഞ്ഞു, അമ്മ എനിക്ക് കുടിക്കുവാൻ വെള്ളം വേണം. അവൻ വെള്ളം വാങ്ങി കുടിച്ചു. പക്ഷേ അമ്മ പോണേന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രം റൂമിലിരിക്കുക, ഞാൻ ഒറ്റയ്ക്ക് ഞാനും അവനും അപ്പൊ താമസിക്കുന്നതാ. പക്ഷെ വെള്ളം വാങ്ങി കുടിച്ചിട്ട് അതും വരെ ഒരുങ്ങാത്ത രീതിയിലാണ് അവൻ ഒരു രാജകലയായി ഒരുങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് വീട്ടിനകത്തിരിക്കുമ്പോൾ ഫ്രണ്ട് വാതിലടച്ചിട്ട് അമ്മ ഞാൻ പോണേന്ന് പറഞ്ഞ് പോയ എന്റെ പൊന്നുമോൻ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ മൂത്ത മോൻ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ സജീവൻ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഞാനത് വിശ്വസിക്കുന്നില്ല. എന്റെ പൊന്നുമോൻ പോയിട്ട് 1/2 മണിക്കൂറേ ആയിട്ടുള്ളൂ. എന്നോട് വെള്ളം വാങ്ങി കുടിച്ചിട്ട് പോണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, നീ ആശുപത്രിയിൽ പോയിട്ട് അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കണം, അവന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. ഈ നിമിഷം വരെ അവന്റെ ശബ്ദം ഞാൻ കേട്ടില്ല. പ്രിയ ദൈവം, അവന്റെ ശബ്ദം ഞാൻ ഇതുവരെ കേട്ടില്ല. പക്ഷേ 18ാമത്തെ ദിവസം എന്റെ ഫ്രണ്ടിൽ കൊണ്ട് എന്നെ പൊന്നുമോനെ വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ആരും നിലവിളിക്കരുത്. എന്റെ പിള്ളേക്കൊന്നുമേ സംഭവിച്ചിട്ടില്ല. അവൻ എന്റെ പപ്പയുടെ വീട്ടിലാ പോയത്. എന്റെ പിള്ളേരെ ഫ്ലെക്സ് അടിക്കരുത്, നോട്ടീസ് അടിക്കരുത്. എല്ലാവരും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ പിറ്റേ ദിവസം എന്റെ മൂത്ത മോനെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ അവന്റെ ഫ്ലെക്സ് കണ്ടു. ചില മാസ്റ്റർമാർ അവന്റെ ഫ്ലെക്സ് കണ്ടിട്ട് തകർന്ന് വീണ് പോയിരുന്നു. പക്ഷേ ഞാൻ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാൻ വേണ്ടിയായി എല്ലാവരും കാത്തിരുന്നത്. അവൻ ടൂർ പോയാൽ അവൻ വരുന്നത് വരെ ഞാൻ നിലവിളിക്കും. അന്ന് ഞാൻ നിലവിളിക്കാൻ യേശു എന്നെ വിട്ടില്ല. പലരും വന്ന് എന്നെ പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിട്, നിങ്ങൾ എന്തിനാ എന്നെ പിടിക്കുന്നത്, നിങ്ങൾ എന്നെ വിട്. എന്നെ താങ്ങുന്ന ഒരു കരമുണ്ട്. ആ കരത്തിലാ ഞാൻ ഇന്ന് പകൽക്കാലം ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ കരം എത്ര മിനിറ്റ് എന്റെ കൂടെ ഇരിക്കും. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ മരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ഞാൻ ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ഞാൻ ശുശ്രൂഷ ചോദിച്ചിട്ടില്ല. യേശുവാണ് എനിക്ക് ശുശ്രൂഷ തന്നത്. ഈ ശുശ്രൂഷയെ ഞാൻ വച്ച് മതിയാക്കത്തില്ല.
8ാമത്തെ ദിവസം മുതൽ ഈ കറുത്ത വൈകിട്ട പുസ്തകവുമായി ഇറങ്ങിയതാ പ്രിയ ദൈവ പൈതലേ. എല്ലാവരും പറഞ്ഞു ഇനി ഇവൾ ഒരു വേദിയിൽ നിൽക്കത്തില്ല എന്ന്. ലോകത്തിന്റെ വിധികളെ തിരുത്തി എഴുതിക്കൊണ്ട് എന്റെ പ്രാണപ്രിയൻ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാകയാൽ അവൻ വഴിയിൽ വിട്ടയച്ച് പോകുന്ന ദൈവമല്ലേ അല്ല. എന്റെ ദൈവം ഇന്നും കരത്തിന് പിടിച്ച് നടത്താറുണ്ട്. ഞാൻ ശുശ്രൂഷ ചോദിച്ചിട്ടില്ല, ഞാൻ മക്കളെ ചോദിച്ചിട്ടില്ല, ഞാൻ ആൺമക്കളെ ചോദിച്ചിട്ടില്ല, ഞാൻ പെൺമക്കളെ ചോദിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് മക്കളെ വളർത്താൻ അറിയത്തില്ല, എന്നെ ആരും വളർത്തിയിട്ടില്ല. ഞാൻ തെരുവിലൂടെ നടന്നപ്പോൾ കർത്താവ് എന്നെ പിടിച്ചെടുത്തതാ. ആയതുകൊണ്ട് ഞാൻ ഒന്നുമേ ചോദിച്ചിട്ടില്ല. എന്റെ അപ്പനാണ് എനിക്ക് 2 ആൺമക്കളെ തന്നത്. എന്റെ അപ്പനാണ് എനിക്ക് ശുശ്രൂഷ തന്നത്. പലരും ചോദിച്ചു, ഇത്രയും വലിയ കഷ്ടതയിലൂടെ ജനനം മുതൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്നും ഞാൻ തീച്ചുളയിലാണ് കിടക്കുന്നത്. പലരും ചോദിച്ചു, എന്താ ഇത്രയും കഷ്ടത ഓർമ്മ വെച്ച നാൾ മുതൽ? ദൈവത്തോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ദൈവത്തോട് ചോദിക്കാൻ? എന്റെ യേശു പപ്പ അറിയാതെയാണോ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്? എന്റെ യേശു പപ്പ അറിയാതെയാണോ ഞാൻ ഇന്നും ഈ ശോധന ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്? ഞാൻ പിന്നെ എന്താ ചോദിക്കുന്നത്? ആമേൻ. പലരും ചോദിച്ചു, ഇത് ഇനിയും വെച്ച് മതിയാക്കി കൂടെ? ഞാൻ ചോദിച്ചത് എന്റെ യേശു പപ്പയുടെ മാർവിടമല്ലാതെ എനിക്ക് ഒതുങ്ങുവാൻ വേറെ എവിടെയാ സ്ഥലം? ഞാൻ എന്റെ യേശു പപ്പയുടെ മാർവിടത്തിലേക്ക് ചാഞ്ഞു കിടക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഈ നെൽസൺ മാസ്റ്റർ ഇത് കഴിഞ്ഞപ്പോൾ ഒരു 10-12 കൺവെൻഷൻ വെച്ച് എന്റെ പൊന്നുമോന്റെ ബോഡി എടുത്തു മാറ്റുന്ന സമയത്ത് ഈ 100 സഭയുടെ പ്രസിഡന്റിന്റെ കയ്യിൽ കൈമാറ്റം ചെയ്തിട്ടാണ് എന്റെ പൊന്നുമോൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പോകും. ഞാൻ ആ നടുവിലാ പറഞ്ഞത്, ഞാൻ മരിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി, ജീവിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന് വേണ്ടി. ഞാൻ ആ ദൈവദാസന്മാരുടെ നടുവില് ഒറ്റ കാര്യം പറഞ്ഞത്, എനിക്ക് 2 വാക്ക് പറയുവാൻ സമയം തരണം. അവർ ജനിച്ചെന്തോ അലമുറയിട്ട് കരയാനായിരിക്കുന്നു. എന്റെ യേശു എന്റെ കൂടെ ഉണ്ട്. ഇന്നും യേശു എന്റെ കൂടെ ഉണ്ട്. എനിക്ക് ഒരു നിമിഷം പോലും എന്റെ അപ്പന് വേണ്ടി പോകാതെ വീട്ടിൽ സമയം വേസ്റ്റ് ആക്കി കളയുന്നത് ഇഷ്ടമില്ല. ഞാൻ പണത്തിന് വേണ്ടി പോകത്തില്ല. ആമേൻ. പണം താവണേ, പണം ഉള്ളിടത്തേ പോകും. എന്റെ യേശു സമ്പന്നൻ. യേശു സമ്പന്നനാണ്. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഞാൻ ഭക്ഷണത്തിന് വേണ്ടി പോകത്തില്ല. പിന്നെ കർത്താവ് എന്തെങ്കിലും തന്നാൽ അത് സ്വീകരിക്കും. കർത്താവിന്റെ വേല ഞാനിപ്പോൾ അവിടെ ഒണ്ടേ കൺവെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി സമയം വിളിക്കുന്നിടത്ത് പോകും, അല്ലാത്തടുത്ത് ഒണ്ടേ കൺവെൻഷൻ അവിടെ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ, നിന്റെ വിദ്യാഭ്യാസമല്ല കർത്താവ് ചോദിക്കുന്നത്, നിന്റെ പണമല്ല ചോദിക്കുന്നത്. കഷ്ടങ്ങളിലൂടെ നിന്നെ നടത്തുമ്പോൾ, കഷ്ടങ്ങളിലൂടെ നിന്നെ നടത്തുമ്പോൾ നീ കർത്താവിനെ വിട്ട് പോകരുതെന്നാ പറയുന്നത്. ആമേൻ. കഷ്ടതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന കർത്താവ് നിന്റെ കൂടെയുണ്ട്. ദൈവദാസിയെ വായിച്ച് കേൾപ്പിച്ചതായ തിരുവെഴുത്ത് ഒരിക്കൽ കൂടെ വായിച്ചാട്ടെ. അതിന്റെ അല്ല, ഞാൻ തന്നെ പറയാം, സമയമില്ലല്ലോ. എന്ന് വെച്ചാൽ എലീശ പ്രവാചകൻ, ആമേൻ, അല്ല ഈ 1-ാമത്തെ വചനം, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി. ആമേൻ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി ആ എലീശയുടെ അടുക്കൽ നിലവിളിച്ചുകൊണ്ട് പോകുന്നത്. നേരത്തെ എലീശ, ഞാൻ നിനക്ക് എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചത്. ഇതാരാ നിലവിളിച്ചുകൊണ്ട് പോയത്? പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ
എല്ലാ വർഷത്തിലും 7 ദിവസം ജനുവരി മാസം പ്രാർത്ഥനയോടെ ഇരിക്കും. ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങും. ആ ആണ്ടിന്റെ അനുഗ്രഹമായിരിക്കും. ഒരു ചെറിയ വേലയിൽ നിന്ന് തുടങ്ങിയത് ഇന്ന് അനേക വേദികളിൽ കൺവെൻഷനുകൾ ക്രമീകരിച്ച് അനേക സഭകൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങളെ അതിൽ പങ്കാളിയാക്കുവാൻ എനിക്ക് പദ്ധതിയുണ്ട്. നിങ്ങൾ വരണമേ എന്ന് ഞാൻ കുറെ സഹോദരിമാരെ കൂടെ കൂട്ടി. കാരണം 19-ാം തീയതി കയറിയാൽ ഞങ്ങൾ 7 ദിവസം കഴിഞ്ഞ് പുറത്താണ്. ആമേൻ. അതുപോലെ അഭിഷേകത്തിന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആണ്ടിന്റെ അനുഗ്രഹത്തിന് നിലവിളിച്ചോ. നിന്റെ വീട്ടിനകത്ത് ലോകം അപമാനിക്കുന്ന ഒരു നിലവിളി വരുന്നതിന് മുൻപ് പ്രവാചകൻ സിറ്റിയുടെ ഭാര്യ നിലവിളിച്ചതുപോലെ ഈ 7 ദിവസം ഇവിടെ ഇരുന്ന് നിന്നെ സമർപ്പിച്ച് നിലവിളിപ്പാൻ കഴിയുമെങ്കിലോ ഒരു വർധനമുണ്ട് കേട്ടോ. ഒരു വർധനമുണ്ട് കേട്ടോ. ഒരു വളർച്ചയുണ്ട് കേട്ടോ. ആരെയാ വിധവയാക്കുവാൻ ശ്രമിക്കുന്നത്? ഈ വിധവയായ സഹോദരി ആശ്രയമായിരുന്ന ഭർത്താവ് നഷ്ടപ്പെട്ടു. അടുത്ത ആശ്രയമായിരുന്ന 2 മക്കളാണ്. ആ 2 മക്കളെ കടക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോകാൻ പോകുമ്പോൾ ഇവൾ നിലവിളിച്ചുകൊണ്ട് പോകുകയാണ്. ആമേൻ. ഇങ്ങോട്ട് വന്നപ്പോഴേ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഇതിനകത്താരെയോ വിധവയാക്കി തീർക്കുവാൻ ശത്രു പ്ലാൻ ഒരുക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ആ അന്ധകാര ശക്തിയെ നോക്കിയിട്ട് നീ പറ, ദൈവസഭ പറ, അന്ധകാര ശക്തിയെ എന്റെ മേലുള്ള, എന്റെ കുടുംബത്തിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ വർദ്ധിക്കാതെ എന്റെ കുടുംബത്തെ, എന്റെ കുടുംബനാഥനെ നിനക്ക് നോട്ടമിടുവാൻ കഴിയത്തില്ല. ഏത് പകൽ ദൂത സൈന്യം ഇറങ്ങി ചെല്ലട്ടെ. ദൂത സൈന്യം ഇറങ്ങി ചെല്ലട്ടെ. സ്വർഗ്ഗ തീമതിലാൽ. ആമേൻ. അപ്പോൾ ആ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ആരുടെ ആശ്രയം, ആരുടെ അഭയം തകർക്കാൻ വേണ്ടി ശത്രു നോട്ടമിടുന്നത്? അന്താര ശക്തി വിടരുത്. അവനോട് പടപരുതി ജയമെടുക്കണമേ. ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ യേശുവിന്റെ കരത്തിൽ സമർപ്പിച്ച് കുടുംബങ്ങളെ യേശുവിന്റെ രക്തത്തിൽ കവർ ചെയ്ത്, കുടുംബങ്ങളെ യേശുവിന്റെ രക്തത്തിൽ മുദ്ര ചെയ്ത്, കുഞ്ഞാട്ടിന്റെ രക്തത്താൽ കട്ടുമേലും കുറുക്കടുമേലും കുഞ്ഞാട്ടിന്റെ രക്തം അടയാളമിട്ട് പ്രാർത്ഥിച്ചല്ലേ. ആമേൻ. കുഞ്ഞാട്ടിന്റെ രക്തത്തിന്റെ അടയാളം. ആമേൻ. ആ സമയത്ത് ആമേൻ നിന്റെ വീട്ടിൽ ഞാൻ നിനക്ക് എന്ത് ചെയ്യും? നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഞാൻ നേരത്തെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാ? ചെവി ഉള്ളവൻ കേൾക്കട്ടെ. കേട്ടനുസരിക്കുന്നവൻ അനുഗ്രഹം പ്രാപിക്കട്ടെ. കേട്ടനുസരിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടട്ടെ. കർത്താവിന്റെ വചനമാണ് ഞാൻ പറയുന്നത്. ആമേൻ. വേണമെങ്കിൽ ഏറ്റെടുത്തോ. ആമേൻ. ഈ 7 ദിവസക്കാലം ഇരിക്കുന്നത് ഗുണമല്ല, അത് നഷ്ടമല്ല, അത് ലാഭമാക്കി തീർക്കും. ആമേൻ. തന്നെയുമല്ല, നിലവിളിക്കുന്ന ദൈവ പൈതലേ, ഈ ദൈവദാസൻ ചോദിക്കുകയാ, നിന്റെ വീട്ടിൽ ഒരു ഭരണി എണ്ണയില്ല, മറ്റൊന്നുമില്ല. പ്രിയ ദൈവസമേ, നിന്റെ ജീവിതത്തിൽ എന്തുണ്ടെന്ന് തുറന്നു പറയാം. പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോയോ? ദൈവവുമായുള്ള ബന്ധം കുറഞ്ഞു പോയോ? വചനധ്യാനം കുറഞ്ഞു പോയോ? ആരാധനയിൽ നിന്ന് കുറഞ്ഞു പോയോ? ഉള്ള അവസ്ഥ തുറന്നു. ഒരു വർദ്ധനവ് നടക്കുവാൻ പോകുന്നു. ഈ ആണ്ടൊരു വർദ്ധനവ് നടക്കുവാൻ പോകുന്നു. ഉള്ള അവസ്ഥ തുറന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഒരു വർദ്ധനവ് വേണമെന്ന് പറഞ്ഞ, പ്രാർത്ഥനയുടെ ശക്തി കുറഞ്ഞു പോയെന്ന് പറ, അതിലൊരു വർദ്ധനവ് വേണമെന്ന് പറ, വിശ്വാസത്തിൽ നിന്ന് അല്പം പുറകിലോട്ട് പോയെന്ന് പറ, അതിലൊരു വിശ്വാസത്തിന്റെ മുമ്പിലേക്ക് വരുവാൻ പോകുന്നു. പക്ഷേ ഇവിടെ ഉള്ള അവസ്ഥ തുറന്ന് പറഞ്ഞപ്പോൾ നീ പോയി അയൽവക്കത്തൊക്കെ പാത്രങ്ങൾ കടം വാങ്ങി, വായ്പ വാങ്ങി, നീ എന്നെ മക്കളുമായി കഥ കടച്ച് ഈ റൂമിനകത്ത് കയറിയിട്ട് വാതിലടച്ച്,
ആമേൻ. നീ അതിലോട്ട് പകരുത്. കുടുംബ പ്രാർത്ഥന ഇല്ലാത്തവർ കുടുംബ പ്രാർത്ഥന തുടങ്ങണ്ട. ലോകത്തിന്റെ വാക്കുകൾ കേട്ട ലോകത്തിലേക്ക് ചാഞ്ഞു പോകാതെ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയം ആ കേൾക്കുന്ന ലോകത്തിന്റെ വാക്കുകളെ കേൾക്കുന്ന ആ വാതിൽ കഥകൾ നടക്ക്. ആ കഥകൾ നടച്ചിട്ടോ നീയും യേശുപ്പയുമായി ഒന്ന് സംസാരിക്കാം. യേശുപ്പയും നീയുമായി ഒന്ന് സംസാരിച്ചാൽ നിന്നിലുള്ള കൃപ വർദ്ധിക്കും. ആ അഭിഷേകം നിന്നിൽ നിന്ന് മറ്റ് തലമുറകളിലേക്ക് അത് ഒഴുകിച്ചെല്ലും. കുടുംബനാഥന്മാരിലേക്ക് അത് ഒഴുകിച്ചെല്ലും. ഒരാത്മാവിന്റെ പകർച്ച നിന്റെ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് യേശു അത് പകരും. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിലുണ്ടല്ലോ. ഈ വചനം പറഞ്ഞത് കൊണ്ട് യേശു കർത്താവിന്റെ സന്നിധിയിൽ ഒരു വാക്ക് പറഞ്ഞോട്ടെ, നിങ്ങളും അതേപോലെ പ്രാർത്ഥിക്കണം. ആമേൻ. ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആത്മാവിനാൽ പ്രതീക്ഷ എന്റെ സഹോദരന്റെ കാല് വർഷങ്ങൾ കൊണ്ട് ആമേൻ വ്രണം നിറഞ്ഞ് എത്ര ചികിത്സിച്ചിട്ടും ഭേദം വരാതിരുന്നു. അന്ന് രാത്രി യേശു സൗഖ്യം. വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയാത്തത്, ഒരു മെഡിസിന് ചെയ്യാൻ കഴിയാത്തത് നിന്റെ കഥ അടച്ചുള്ള കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് അഭിഷേകത്തിന്റെ എണ്ണ പകരം ആത്മപകർച്ച സംഭവിക്കും. ആത്മപകർച്ച സംഭവിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, പ്രശ്നങ്ങൾ വഴിമാറും, പാപികൾ മാനസാന്തരപ്പെടും. നീ നിന്നെ തന്നെ രക്ഷിക്കും. എന്ന് മുതൽ ആ പ്രാർത്ഥന തുടങ്ങിയിട്ട് ആരും അതിലെ നീ ഒറ്റയ്ക്കില്ല. ആമേൻ. ബാക്കി വന്നവരെ കൊണ്ടിരുത്തും. ആമേൻ. ഈ എണ്ണ അവർ പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു മരണി എണ്ണയാണ്, മറ്റൊന്നുമില്ല. ഏലിശ പറഞ്ഞു നീ പോയി മറ്റു പാത്രങ്ങളിലേക്ക് പകരും. പകർന്നപ്പോൾ അയൽവക്കത്തിന് പാത്രം ഇല്ല. എല്ലാം നിറഞ്ഞത് മാറ്റി വെക്കുക. ശൂന്യപാത്രങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ച നടക്കുവാൻ പോകുന്നതാ പറയുന്നത്. നിറഞ്ഞത് മാറ്റി വെക്കുക. അതിന് ആവശ്യം വരും കേട്ടോ. ഈ ആരംഭമാസം പ്രാപിക്കുന്നത് നിറഞ്ഞത് മാറ്റി വെക്കുക. അതിന് ആവശ്യം വരും. വരുമ്പോ അതൊരു പകർച്ചയായി മാറും. അതൊരു പകർച്ചയായി മാറും. അതൊരു സൗഖ്യമായി മാറും. അതൊരു രക്ഷയായി മാറും. എന്നാൽ തലമുറകളോട് പറഞ്ഞ് ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരാം. തലമുറകൾ പറഞ്ഞു ഇനി പാത്രം ഇല്ല. അതുപോലെ തന്നെ സമൃദ്ധിയിലേക്ക് കർത്താവ് കൊണ്ടുവരും. വചനത്തിൽ നിൽക്കുന്നവരെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. എന്നെ നടത്തുന്ന കർത്താവ് നിന്നെ നടത്തും. എന്നെ നടത്തിയ കർത്താവ് നിന്നെ ഉയർത്തും. ഞാൻ ആരുടെയും മുൻപില് ഒരു രൂപ കടം വാങ്ങാൻ പോയിട്ടില്ല. പിന്നെ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ആമേൻ. മറ്റുള്ളവർ വന്ന് എന്നോട് കൈ നീട്ടും, ഞങ്ങൾക്ക് ഉള്ളതിന് കൊടുക്കാം. നീ യേശുവിനെ അറിയേണ്ട രീതിയിലാണ്. നീ ആരുടെ മുൻപിൽ കൈ നീട്ടേണ്ടി വരത്തില്ല. യേശുവിനെ അറിയുന്നതിന് മുമ്പ് കൈ നീട്ടിയവളാ. ആമേൻ. നിന്റെ ഭിക്ഷപാത്രം മാറും. ആമേൻ. എന്നാൽ ഇവൾ നിറഞ്ഞത് മാറ്റി വെച്ച് ചെന്ന് യേശുവോട് പറഞ്ഞു, പ്രിയ ദൈവ പൈതലെ, ഒരു വിടുതൽ കിട്ടുമ്പോൾ ഈ പ്രാർത്ഥനകളില് അഭിഷേകത്തിന്റെ ശുശ്രൂഷകളില് ഒരു വിടുതൽ കിട്ടുമ്പോൾ തിരിച്ചു വന്ന് പറയണം. അഭിഷേകത്തിലെ കുടുംബമേ, സഭയെ, എനിക്ക് വേണ്ടി നിങ്ങൾ അന്ന് പ്രാർത്ഥിച്ചത് യേശു എനിക്ക് വിടുതൽ തന്നു എന്ന് യേശുവിന് നന്ദി പറയണം. അഭിഷേകത്തെ കുടുംബത്തിന് സഭയ്ക്ക് ഒക്കെ നന്ദി പറയണം. 10 കുഷ്ഠരോഗികൾ വിടുതൽ പ്രാപിച്ചിട്ട് ഒരു വ്യക്തി മാത്രമാണ് ദൈവത്തോട് നന്ദി പറഞ്ഞത്. ബാക്കി 9 പേര് വിട്ടേ. അങ്ങനെ ആയി പോകരുതേ. നന്ദി പറയണം. ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് വിറ്റ് കടം തീർത്തിട്ട് നീയും എന്റെ മക്കളും ഉപജീവനം.
ദൈവദാസന്റെയും ദൈവസഭയുടെയും ഒരു അനുഗ്രഹത്തിന്റെ വാക്ക് അതൊരു വർത്തനമായിരിക്കും. അവരുടെ വേദന, അവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച പിന്നെയും നിലവിളിക്കേണ്ടി വരും, പിന്നെയും കരയേണ്ടി വരും. പിന്നെ അഭിഷേകത്തിന് സഭയും കരഞ്ഞാൽ ദൈവം ചെവി പൊത്തിക്കണം. നന്ദിയുള്ളവരായിരിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് എത്ര സമയമില്ലെങ്കിലോ അപ്പൻ എന്നെ കൊണ്ടുവന്ന വഴി ഞാൻ പറയും. അത് പറഞ്ഞില്ല, യേശു എന്നെ അടിക്കും. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല, എന്റെ ബൈബിൾ കോളേജ് ഉണ്ടല്ലോ. ഈ സഭകളെ രൂപീകരിച്ചപ്പോൾ മാറി മാറി എന്റെ യേശു കർത്താവിനെ ഓരോ കോടതികളിൽ വിസ്തരിച്ചതുപോലെ എന്നെ മാറി 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 ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ കോടതികളിലും എന്റെ ബൈബിൾ കോളേജ്. പ്രിയ ദൈവപൈതലേ, നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. തന്നെയുമല്ല, ആ ദൈവദാസനോട് പോയി പറഞ്ഞപ്പോൾ അത് വിറ്റ് നീ കടം തീർത്തിട്ട് നീ എന്റെ മക്കൾ ഉപജീവനം കഴിക്കും. ഉപജീവനത്തിന് വേണ്ടിയുള്ള ഒരു വഴി ദൈവം തുറക്കുവാൻ പോകുന്നു കേട്ടോ. ആരാ കരയുന്നത്? നിങ്ങളുടെ ആലയത്തിനകത്ത് ആരാ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആമേൻ. ഒരു ഉപജീവനത്തിന്റെ വാതിൽ കർത്താവ് തുറക്കും. അതിലൊരു സാക്ഷ്യമുണ്ട്. ആ വചനത്തോടൊട്ട് പഠിക്കുമ്പോൾ അറിയാം അതിൽ ഒരു സാക്ഷ്യമുണ്ട്. ഈ ആണ്ടിൽ ഈ ദൈവസഭയ്ക്കകത്ത് നമ്മുടെ അഭിഷേകത്തിൽ കുടുംബം ഈ ആലയത്തിനകത്ത് ഒരു സാക്ഷ്യമുണ്ട്. ക്ഷാമം അല്ല, ശേഷിപ്പ്, ഒരു വളർച്ച. ആ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. പ്രിയ ദൈവദാസിയെ, ചിലരെ താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവും കർത്താവിന്റെ ദാസിക്ക് ദൈവം തന്നിട്ട ശുശ്രൂഷ ഫീൽഡിലേക്ക്, കർത്താവിന്റെ വയൽ പ്രദേശത്തിലേക്ക്, വയലിലേക്ക് ഇറക്കി വിട്ടത്. ആ നാവിനെ പലരെയും താങ്ങിയതല്ലേ. പക്ഷേ ഒരു അന്താര മണ്ഡലം പറയുന്നു, ഇനി ആ നാവിനെ താങ്ങുവാൻ കഴിയാതെ നിരാശപ്പെടുത്തുന്ന, നാവിനെ കുഴച്ചു കളയുന്ന, പ്രാർത്ഥനയുടെ ശക്തിയെ താഴ്ത്തി കളയുന്ന ഒരു പോരാട്ടം കടന്നു വരുമെന്ന് ഏതെങ്കിലും തോട്ടത്തിനകത്ത് കൗശല ബുദ്ധിയോട് കൂടെ പഴയ പാപാത സർപ്പം നുഴഞ്ഞ് കയറിയത് പോലെ പ്രിയ കർത്താവിന്റെ ദാസിയെ, ഈ ഇന്ന് വായിച്ചു കേൾപ്പിച്ച വചനം പോലെ ഒരു അഭിഷേകത്തിന്റെ ഉയർന്ന അഭിഷേകത്തിന്റെ മേൽ ഈ ആണ്ടിന്റെ ആരംഭം പുതിയതൊന്ന് പകരും, പുതിയതൊന്ന് പകരും. അനേകരെ ഇനിയും ശിഷ്യന്മാരുടെ നാവ് പോലെ ഇനിയും താങ്ങി എഴുന്നേൽപ്പിക്കും. ഈ നാവിനെ ദൈവം അധികാരത്തോടെ, അധിക ശക്തിയോടെ ദൈവം ഉപയോഗിക്കുമെന്ന് എന്റെ ദൈവത്തിന്റെ ആത്മാവ് എന്റെ പഴക്കാലം വാഗ്ദാനം ചെയ്തു. പ്രിയ അഭിഷേക ദൈവദാസനെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഒരു തിരുവെടുത്ത് പറയുന്നു. ലോത്ത് വലഞ്ഞു പോയതുപോലെ, ലോത്ത് എന്തിനാ പറയുന്നത്? അത് വേറൊരു മണ്ഡലത്തിലാ പറയുന്നത്. ലോത്ത് വലഞ്ഞതുപോലെ എന്ന് വെച്ചാൽ ആ വചനത്തിന്റെ ഒരു ചെറിയ വാക്കാണ് ഞാൻ പറയുവാൻ പോകുന്നത്. ലോത്ത് വലഞ്ഞത് വേറൊരു മേഖലയ്ക്ക് അകത്ത്, മക്കളും ഒക്കെ കൂടെ വലഞ്ഞത്. പക്ഷെ അതല്ല, ലോത്ത് വലഞ്ഞതുപോലെ അഭിഷേക ദൈവദാസന് ഒരു രോഗാത്മാവ്, ഒരു രോഗബന്ധനം ശരീരത്തിന്മേൽ കടത്തിവിട്ട് രോഗത്താൽ വലയ്ക്കണമെന്ന് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളി. ആ വെല്ലുവിളി രോഗത്താൽ രോഗിയാക്കി ശരീരത്തെ ക്ലേശിപ്പിച്ച്, ശരീരത്തെ മടിപ്പിച്ച്, ശരീരത്തെ ക്ഷീണിപ്പിച്ച് ഒരു രോഗിയാക്കി വലച്ച് കളയണമെന്ന് ഇന്നിവിടെ പറഞ്ഞത്
ഒരു ശേഷിപ്പും ചില ക്ഷാമത്തിൽ കിടക്കുന്നവരെ ശേഷിപ്പിലേക്ക് നടത്തുവാൻ ഒരു അത്ഭുത കരം അഭിഷേകത്തിന്റെ ശിരസ്സ് മുതൽ പാദം വരെ അസ്ഥി നാഡി ഞരമ്പുകളിലേക്ക് രക്തധമനികളിലേക്ക് മാംസപേശികളിലേക്ക് യേശുവിന്റെ രക്തം അങ്ങനെ അടിപ്പിണരുകളാൽ യേശു സൗഖ്യമാക്കി ചിലരെ വർത്തനവിലേക്ക് അഭിഷേകത്തിന്റെ ഒരു വാക്ക് വിളിച്ചു പറയുമ്പോൾ ചിലർ വർത്തനവിലേക്ക് ചിലർ ശേഷിപ്പിലേക്ക് വരുന്നതായ ഒരു ശുശ്രൂഷയുടെ കൈമാറ്റം ഈ 7 ദിവസത്തിനുള്ളിലോ എന്റെ ദൈവത്തിന് ചെയ്യുവാൻ പദ്ധതിയുണ്ട് എന്ന് എന്റെ ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ വിളിച്ചു പറയുക. അന്ധകാരശക്തിയോട് പറയണം, അന്ധകാരശക്തിയെ നീ ചെയ്യത്തില്ലടോ. നീ വഴി മാറിക്ക്, വഴി മാറിക്ക്. നീ എവിടെ നിന്ന് വന്നോ അവിടേക്ക് പോകാം. അഭിഷേകത്തിന്റെ കുടുംബത്തിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തത് കർത്താവിന്റെ വരവ് വരെ, നമ്മുടെ പ്രാണൻ ഇവിടുന്ന് പോകും വരെയോ ഞങ്ങളെ നടത്തുന്ന കർത്താവാ. ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ വീഴുകയാ, ഞങ്ങൾ സമർപ്പിക്കുകയാ. ആമേൻ ജീസസ്. തന്നെയുമല്ല വിശുദ്ധ ദൈവദാസനെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് പിതാക്കന്മാരുടെ കാലത്ത് കുഴിച്ച കിണറുകളെ ഫെലിസ്ത്യർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു, ശണ്ടയിട്ടു. പക്ഷേ അടുത്ത് ഒരു ഇസഹാക്ക്, അടുത്തൊരു ഇസഹാക്ക് ചില മിനിസ്ട്രികളെ അഭിഷേകത്തെ ഇസഹാക്ക് അടുത്ത് ഇനിയും മിനിസ്ട്രി, പുതിയ മിനിസ്ട്രി ദൈവം കയ്യിൽ തരുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന് ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് തിരുവെടുത്ത് കൈമാറുകയോ. അടുത്തൊരു ഇസഹാക്ക് 30, 60, 100 മേനികളും അപ്പനിലൂടെ ചെയ്തെടുക്കുവാൻ കഴിയാത്തത് ഏലിയാവിൽ കൂടെ ചെയ്ത് നിർത്തിയത്, ഏലിയാവ് ചെയ്ത് നിർത്തിയ ശുശ്രൂഷ ഇരട്ടിപ്പങ്ക് അഭിഷേകത്തിന്റെ ഒരു പുതപ്പ് ഏലിശയുടെ മേൽ വീഴും. അപ്പന്റെ കാലത്തിന് മുൻപത് വീഴും, ഇരട്ടിപ്പങ്ക് വീഴും. വീഴുമ്പോൾ തന്നെ ഒരു യോദ്ധാനുണ്ട്. ആ യോദ്ധാനെ അടിച്ചു മാറ്റിയിട്ട് അപ്പുറം കടക്കും. ഇരട്ടിപ്പങ്ക് അഭിഷേകം. ചില മിഷണറിമാരെ വാർത്തെടുക്കുന്നു, ചില മിഷണറിമാരെ വാർത്തെടുക്കുന്നു. ചില മിഷണറിമാരുടെ ഇടയിൽ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ചില മിഷണറിമാരുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചില മിഷണറിമാരുടെ ഇടയിൽ അയച്ച് പുതിയ പുതിയ പ്രവർത്തനങ്ങൾ, ചില മിഷണറിമാരെ പുതിയ പുതിയ പ്രവർത്തനങ്ങളിലൂടെ രൂപീകരിക്കുന്ന ശുശ്രൂഷ. ചിലരുടെ മേൽ എണ്ണ കൈമാറ്റം ചെയ്യുന്ന ശുശ്രൂഷ, ഒരു ആത്മാവിന്റെ പകർച്ചയുടെ ശുശ്രൂഷ. ചില വെല്ലുവിളികൾ ദൈവം അഴിക്കും, ചില ഫെലിസ്ത്യരുടെ തല തകരും, ചില മാനുഷ്യ വെല്ലുവിളികൾ ദൈവം വെട്ടും. ചിലതിന് ഒന്നുകിൽ മാനസാന്തരം കൊടുക്കും. കേട്ടോ, അപേക്ഷത്തിന് ശുശ്രൂഷ ബ്ലോക്ക് ചെയ്യുവാൻ നിൽക്കുന്ന ചില അസൂയാലക്കളുണ്ട്.
കഴിയുന്നില്ലല്ലോ, പിന്നെ നീയും ചെയ്യുന്നു. ദൈവം ഒന്നുകിൽ ഫെലിസ്ത്യരുടെ തലയെ തകർക്കും, ദേശത്തിലെ അന്ധകാര മണ്ഡലത്തെ തകർക്കും, മാനുഷ്യ വെല്ലുവിളിയെ വെട്ടും, വെട്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം കരത്തിന് പിടിച്ച് ഉയർത്തും. കർത്താവ് ഒരു ഇസഹാക്കിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഒരു ഏലിശയെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പ്ലാനാണ്, കർത്താവിന്റെ പദ്ധതിയാണ്. കർത്താവിന്റെ പദ്ധതി നിവർത്തിക്കാതെ ആമേൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തില്ല. വാഗ്ദത്തം ചെയ്തതാണ്, വാഗ്ദത്തം ചെയ്തവർ വാഗ്ദത്തം നിവർത്തിക്കാതെ വാഗ്ദത്ത നാട്ടിൽ എത്തിക്കത്തില്ലെന്ന്. വാഗ്ദത്ത നാട്ടിൽ പോകുവാനല്ലേ ഇവിടെ വാഗ്ദത്തം ചെയ്തത്. ആ വാഗ്ദത്തം ചെയ്ത വേല വിശ്വസ്തയോടെ ചെയ്യാതെ വാഗ്ദത്ത നാട്ടിൽ എടുക്കത്തില്ല. ആരൊക്കെ ചെറുത്തോട്ടെ, ചെറുക്കുന്നവന്റെ കാലിനെ ദൈവം തൊടും. ചെറുപ്പാനുള്ളവൻ ചെറുക്കട്ടെ, അവന്റെ കാലിന് ദൈവത്തിന്റെ ദൈവം തൊട്ടും. ഫെലിസ്ത്യരുടെ തല തകർക്കും. ആമേൻ. ഇസഹാക്ക് അടുത്ത കിണറ് കുടിക്കും. ആമേൻ. അതിൽ നിന്ന് ചിലരെ പൊട്ടിക്കും. അവർ ദൈവ രാജ്യം അവരിൽ വെളിപ്പെടുക. ആമേൻ. ഒരു മിസ്റ്ററി, വലിയ മിസ്റ്ററിയുടെ ഒരു ദൗത്യം ഇപ്പോൾ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഇനിയും വർധനമുണ്ട്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വർധനയിലേക്ക് ദൈവം നയിക്കുമെന്നാണ് പറയുന്നത്. അഭിഷേകത്തിനെ 4 സഭ പണിതപ്പോഴേ ഞാന് രാവിലെ ട്രാക്റ്റുമായി നടക്കും. ഒരു വീട്ടിൽ ചെന്ന് ഒരു സഹോദരിയുടെ വീട്ടുകാരി തീരുന്നവരെ ചെന്നിരിക്കും. ഇരുന്നിട്ട് ഞാൻ ട്രാക്റ്റുമായി നടന്ന്, റെസീറ്റുമായി നടന്ന് ആമേൻ പിരിക്കുന്നതിൽ 1 രൂപ എടുക്കത്തില്ല. പക്ഷേ പൈപ്പിലെ വെള്ളം കുടിച്ചിട്ടാ ബസ് യാത്ര ചെയ്യാതെ മണിക്കൂറോളം നടന്നിട്ട് രാവിലെ 8 മണിക്ക് ഇറങ്ങിയ വൈകുന്നേരം 5 മണി വരെ എന്റെ മക്കളെ കാണിട്ട് ഓടുകയാ. ഓടിയിട്ട് ബസ് പോകാത്ത ഇട്ട റോഡില് 2 കാല് നീട്ടി, കാല് തളരുമ്പോൾ 2 കാല് നീട്ടി ഇട റോഡില് ബൈക്കൊക്കെ പോകുന്ന, ലോറി പോകുന്ന, ആട്ടേക്ക് പോകുന്ന, കാർ പോകുന്ന റോഡിൽ ചെന്ന് ചാരി ഇങ്ങനെ ഇരിക്കും. കഴിക്കുവാൻ ആഹാരമില്ല, വെള്ളം പോലും. ഒരു വീട്ടിൽ ചെന്ന് പണ്ടുവാനും കൂട്ടി കയറുന്നുണ്ടാവുന്നത്. പിന്നെ കർത്താവിനെ അറിഞ്ഞ പിന്നെ വാങ്ങാൻ പോകില്ല. ഈ കർത്താവിന്റെ ദാസി പലപ്പോഴും എന്നെ പിടിച്ചവിടെ നിർത്തി, ചില ആഴ്ചകൾ നിർത്തി നല്ല ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് പകരം. പിന്നെ പക്ഷേ അങ്ങനെ കാലം നീട്ടിയിട്ട് ചെന്നിരിക്കും. അങ്ങനെ ഒരു 4 സഭ പണിതപ്പോഴുണ്ടല്ലോ ഈ ഫെലിസ്ത്യരുടെ വെല്ലുവിളി അങ്ങ് ഇളകി. ദൈവദാസനെ വെല്ലുവിളി ഇളകി. പക്ഷെ നമുക്ക് ആശ്രയം എന്ന് കരുതിയത് അവർ നമുക്ക് ആപത്തായി തീരും. പക്ഷേ അവിടെ ഇറങ്ങിയപ്പോൾ വിചാരിച്ചു ഇനി ഈ ഭൂമിയിൽ എനിക്കാരും കൈത്താക്കൾ തരാനില്ല, നാഥനില്ലല്ലോ, ആരുമില്ലല്ലോ. പക്ഷെ ഇവരായിരുന്നു ആശ്രയമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഓരോ ദേശത്ത് ദൈവത്തിന്റെ ആത്മാവ് ദൈവിക വെള്ളപ്പാട് വിളിച്ചു പറയുമ്പോൾ ചില പത്രവാർത്തകൾ വരാൻ തുടങ്ങി. ഞാനാണോ ചെയ്യുന്നത്? ഞാൻ കിടക്കുന്ന എരിയുന്ന തീച്ചുലക്കകത്ത് അവർ ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളൊരു സ്ത്രീയല്ലേ, പിന്നെ നിങ്ങളിങ്ങനെ ശുശ്രൂഷിച്ചാൽ നിങ്ങളുടെ പേര് മാത്രം പുറത്ത് വരുന്നു. അതുകൊണ്ട് എന്നെ ഒതുക്കുവാൻ തുടങ്ങി. ഫെലിസ്ത്യർ ഒതുക്കട്ടെ, ഫെലിസ്ത്യർ വെല്ലുവിളിക്കട്ടെ. ആമേൻ. ഇന്ന് അതിനേക്കാൾ അപ്പുറമായ ശ്രേഷ്ഠന്മാരുടെ നടുവില്, ആമേൻ, അഭിഷക്ത ഗണത്തിന്റെ നടുവില്, നെൽസൺ പാസ്റ്റർക്ക് അറിയാം, അഭിഷക്ത ദൈവദാസന്മാരുടെ നടുവില് അവൻ ഒരിക്കലും കയറി ചെല്ലുവാൻ കഴിയാത്ത യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിലാണ്. ആമേൻ. ഇന്ന് ഞാൻ ഓലക്കീഴിലല്ല കിടക്കുന്ന വാർത്ത കെട്ടിടങ്ങളിലോ ഓലത്തെ നിലയിൽ എല്ലാ സെറ്റപ്പോടെ അവൻ ഇന്ന് ഞാൻ ഓലക്കീറിലല്ല കിടക്കുന്നത്. ഇന്ന് ഞാൻ പട്ടിക്കുള്ള വേസ്റ്റ് അല്ല കഴിക്കുന്നത്, ഒന്നാന്തരം ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. പ്രിയ ആവശ്യത്തിന് ഏത് ഫെലിസ്ത്യർ വെല്ലുവിളിച്ചാലോ അവന്റെ തലയെ തകർത്തിട്ട് അവൻ കാണുക ഒരു മഹത്വം വെളിപ്പെടും, ഒരു ശേഷിപ്പുണ്ട്, ഒരു മഹത്വം വെളിപ്പെടും, ഒരു വർത്തനം വെളിപ്പെടും.
വിഷയം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. എല്ലാവർക്കും വരവ് വിഷയം എഴുന്നേറ്റ് നിൽക്കാം. ആമേൻ. അഭിഷേകത്തെ ഒരു പാട്ട് പാടുമ്പോൾ ആമേൻ നമുക്കൊന്ന് ആത്മാവിൽ ആരാധിക്കാം. ഇത്രയും സമയം കേൾപ്പിച്ചതായ തിരുവെഴുത്തിന്റെ മുൻപില്, ദൈവിക അരുളപ്പാടിന്റെ മുൻപില് ഒന്ന് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം ആരാധിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽക്കാല ഭവനത്തിനകത്ത് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഇവിടെ പറഞ്ഞ വചനങ്ങളെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മുൻപിലേക്ക് വന്നാൽ ഞങ്ങൾ പ്രത്യേകിച്ച് ആവശ്യത്തിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇല്ല എങ്കിൽ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് സമർപ്പണത്തോടെ പ്രാർത്ഥിച്ച് ഒരാത്മാവിന്റെ പകർച്ചയുണ്ട്. എണ്ണ പകരുവാൻ പോകുന്നു. പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെടുവാൻ പോകുന്നു. ഒരു ശേഷിപ്പ് വെളിപ്പെടുവാൻ പോകുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം കൂടെയുള്ളതാ. Abraham